1 2 3 4 5 6 7 8 9 ഒരുപാട് തല്ലുകൊണ്ടതിന് ശേഷമല്ലേ നമ്മൾ ഈ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ട്രിക്കിലൂടെ ഗുണന പട്ടിക എങ്ങനെ ഈസിയായി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. 9 into 9 പിപ്പറ്റും പ്യൂററ്റും ഞെക്കിപ്പീടിഞ്ഞപ്പോൾ പെർമാംഗനേറ്റിന്റെ കളറ് പോയി. ഹൈഡ്രജനും ഓക്സിജനും കെട്ടിപ്പീടിച്ചപ്പോൾ ഭൂമിയിലൊക്കെയും വെള്ളമായി. ടൂണിംഗ് ഫോർക്കിലൊന്നാഞ്ഞു തട്ടുമ്പോൾ മൂക്കത്തെ കണ്ണ് കാണത്തില്ലല്ലോ. നല്ല ഉന്നോ. സ്റ്റാൻഡപ്പ് അഞ്ജലി. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? തീരെ കൊച്ചുകുട്ടിയാണെന്ന വിചാരം? ടീച്ചറെ, അത് ഞാൻ... മതി, നോ എക്സ്പ്ലനേഷൻസ്. ആ ഡസ്റ്റർ വലിച്ചു കിടാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കണ്ടതാ താൻ അവിടെ ഞെളിപിരി കൊള്ളുന്നത്. ബെല്ലടിക്കുന്നവരെ അങ്ങോട്ട് മാറി നിൽക്ക്. സൈലൻസ്. കണ്ടിന്യൂ. മുൻകോപത്താൽ കണ്ണുരുട്ടിയാൽ ന്യൂട്രോണും പ്രോട്ടോണും കൂട്ടിമുട്ടും. പാടത്തെ മാക്രിയും തട്ടിയും പട്ടിയും മാനം കെട്ടു മലർന്നു പെട്ടു. ഓപ്പറേഷൻ പഠിച്ചു. നമുക്കൊരു വിസ അടിച്ചല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ. Wow, happy birthday Anjali. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday dear Anjali. Happy birthday to you. Many happy returns of the day. Thank you. Happy birthday. Thank you. Would you like to drink anything? Wine, can, beer, coke, something? What do you like, sir? Wine, beer? എനിക്ക് വല്ല നാരങ്ങ വെള്ളം മതി. ചിപ്പോടെ കഞ്ഞി. പൈസ ഞാൻ കൊടുത്തോളാം. ഇവിടെ നിന്റെ നാരങ്ങ സോഡയൊന്നും കിട്ടില്ല. 2 coke and 1 plate french fries. Just 2 minutes. നീ എന്താടാ വരണ്ടിരിക്കുന്ന പെരിച്ചാഴിയെ പോലെ? അതൊക്കെ പോട്ടെ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ബർത്ത്ഡേ ഗിഫ്റ്റോ? അതിന് നേരത്തെ ഒരു നോട്ടീസ് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ. അയ്യടാ, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും എക്ലേസ് വാങ്ങിക്കൊടുത്തപ്പോ ഞാൻ നിനക്ക് ഐസ്ക്രീമാ വാങ്ങി തന്നെ. എന്നിട്ട് ഞാനിപ്പോ അതോർത്തോണ്ടിരിക്കാണ്. പെണ്ണ് കൊള്ളാലോ. ഇപ്രാവശ്യം കുട്ടികൾക്ക് മുട്ടായി പോലും വാങ്ങി കൊടുക്കാതെ ഇതൊക്കെ എന്റെ മമ്മി. ഓക്കേ, ചുപ് രഹോ. ക്ലോസ് യുവർ ഐസ്. ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. My desire is like a breeze. You in every raindrops and you look like a pretty princess. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. 1997 മാർച്ച് മാസം നടപ്പാക്കിയ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ 8 വർഷമായി പുനഃപരിശോധിക്കാതെ കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഈ സർക്കാർ വഞ്ചിക്കുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ
നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 10 മടങ്ങ് വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 5 തവണയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വർധനവുണ്ടായത്. 8 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരുന്ന സവോളയ്ക്ക് ഇന്നത്തെ കമ്പോള വില 22 രൂപയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ഇന്ന്. കേരളത്തിൽ ഇടത്തരക്കാരായ ജനങ്ങളിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഉപഭോക്തൃ സംസ്കാരം. ഇതിനെ വളർത്തിയെടുക്കുന്നതിന് മുഖ്യ പങ്കാളി ഉപയോഗിച്ച് പഴഞ്ചന ആഗോളവത്കരണം തന്നെയാണ്. മനസ്സിലാക്കുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ സ്കൂളിൽ നോക്കിയിട്ട് വേഗം വരാം. നമ്മൾ കടമെടുക്കുന്ന ഈ വിദേശ സംസ്കാരം ഇനി വരുന്ന തലമുറയുടെ അന്തകനായി മാറുമെന്ന് ഈ NCC-ന്നും സ്പോർട്സിന്നൊക്കെ നിർബന്ധിച്ച് മാറ്റി നിർത്തിയാ ഞങ്ങളവനെ. ഇക്കൊല്ല ഏതായാലും മറ്റൊന്നിൽക്കും ഡൈവേർട്ട് ചെയ്യണ്ട. പഠിക്കാവുന്ന സമയത്രയും പഠിക്കട്ടെ. ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടാതിരിക്കില്ല. ഞാനങ്ങനെ റാങ്കിന് വേണ്ടിയൊന്നും പഠിപ്പിക്കുന്നില്ല. മെഡിസിനും എഞ്ചിനീയറിംഗിനും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സാറ് പറഞ്ഞതാ കറക്റ്റ്. ഈ ഡോക്ടർ എഞ്ചിനീയറൊക്കെ പാർക്കാ വേണ്ടിയേ. ഇപ്പൊ ഡിമാൻഡ് മുഴുവൻ IT ഫീൽഡിനല്ലേ. എത്ര ശമ്പളം? 1-1.5 ലക്ഷം അല്ലേ? അതൊക്കെ എത്ര കാലത്തേക്കാ സാറേ? ശമ്പളത്തെക്കാൾ ഉപരി നല്ല റെസ്പെക്ടബിൾ പ്രൊഫഷനിലെത്തണം. IAS ഒക്കെ പോലെ. അതിന് വെറുതെ കാണാതെ മാത്രം പഠിച്ചാൽ പോരാ. എല്ലാത്തിനും അവിടെ നല്ല ആറ്റിറ്റ്യൂഡ് വേണം, പ്രത്യേകിച്ച് ജനറൽ. ശരിയാ. എന്നാൽ ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുക്കാന്ന് പറഞ്ഞ അല്ല, ഞാൻ പറയണ്ടല്ലോ, ഒക്കെ സാറിന് അറിയാലോ. എല്ലാത്തിനും ഒരു ഭാഗ്യം അല്ലേ സാറേ? ആ അതെ. റോക്കറ്റല്ല പാട്ടി, ഒരു ചെറുക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞേനെ. ரொம்ப ലേറ്റ്. വെരി സോറി. കാട് കളിക്കോ? അല്ല, സാരതെവിടെ ആയിരുന്നു? ആഹാ, ട്യൂഷൻ കഴിഞ്ഞ് നീ എത്തിയോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? എന്താ നിന്ന് ചിരിക്കുന്നേ? വിളിച്ചന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. അമ്മ ഇതന്നെ അമ്മ പൂട്ടിക്കൊണ്ട് നടക്കുന്നേ. ഒന്ന് വേഗം തുറന്നേ, തലവേദന എടുത്തിട്ട് പോയോ? കണ്ടോ കണ്ടോ, കള്ളൻ വെറുതെ വിഷയം മാറ്റുന്നതാണ്. കള്ളം നിന്റെ വിഷമിക്കണ നിനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ടെ അച്ഛൻ വരുന്നുണ്ട്. ആ, നീ അങ്ങനെ വിധമൊന്നും മാറ്റണ്ട. എവിടായിരുന്നു ഇത്രയും നേരം? അച്ഛനും ഇന്ന് ലേറ്റ് ആണല്ലോ. ഇത് ചോദിച്ച കേട്ടില്ലേ നീ? ആ, നീ 2 പേരോട് കൂടി ഒരുമിച്ച് വിശദമായി വിസ്തരിക്കാം. എന്താ പോരെ? ആ, തൽക്കാല സഭയൊന്ന് പിരിഞ്ഞ് ഇനി എല്ലാവർക്കും ഒരു വീട്ടിലേക്ക് പോകാം. ചെല്ലേ ആന്റി, ഒന്ന് കേറി. ചേച്ചി പറഞ്ഞ പോലെ ഇതിലെന്താ കളത്തിലുണ്ട്. അതാ ഇനി ഇത്ര സ്മാർട്ട് ആവുന്ന. ആ, ഇതിനാണ് മോളെ പറയുന്നേ തരികിടാ. എന്തോ കുളിയാടാ, കൊറേ നേരം. ആ, നന്നായിട്ട് സോപ്പ് തേച്ചോ. പക്ഷെ സ്കൂളിൽ വിട്ടിട്ട് മണിക്കൂർ 2 കഴിഞ്ഞില്ലേ? മക്കളിങ്ങ വരാൻ 2 മണിക്കൂറൊന്നും ആയില്ലച്ചാ. ഇല്ലേ? എന്നാ മോനൊന്ന് വേഗം ഇറങ്ങ. മക്കളുടെ വിസ്തരിക്കല് കേൾക്കാനേ അച്ഛനും അമ്മ റെഡി ആയിട്ട് ഇരിക്കുക. വേഗം ഇറങ്ങ. അച്ഛനെ വിവേകിനെ അറിയില്ലേ? ഏത് അമ്മ നമുക്കുണ്ടായിരുന്നു വരുന്ന? കഴിഞ്ഞ വർഷം NCC ആ, അവൻ തന്നെയല്ലേ ഈ വർഷം NCC ക്യാപ്റ്റൻ? ആ, അവൻ തന്നെ. ഞങ്ങൾ ഒരുമിച്ചാ പാതി വഴി വരെ. ഞങ്ങള് സൈക്കിളിങ്ങിന് വരുമ്പോ പെട്ടെന്ന് തലയൊന്ന് കറങ്ങി. പിന്നെ സൈക്കിള് ഞാനൊരു കടയിൽ ഏൽപ്പിച്ച് ഒരു ഓട്ടോറിക്ഷ പിടിച്ചവനെ വീട്ടിൽ കൊണ്ടാക്കി. എത്ര പറഞ്ഞിട്ട് വേണ്ട മമ്മി ചായ കുടിക്കാതെ വിട്ടില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോ സമയം അങ്ങ് വൈകി. എന്നാ നിനക്ക് അവിടെ നിന്ന് ഫോണിലൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചൻ അങ്ങനെ ഇങ്ങനൊന്നും വായി നോക്കി നടക്കില്ലെന്ന്. ആ, എന്തായാലും കൊള്ളാം. പരീക്ഷ ഇങ്ങ് അടുത്ത് വരിക. ചോദിക്കാതെയും പറയാതെയും ഇനി അങ്ങനെ കറങ്ങി തിരിയണ്ട. ഓ ഈശ്വരാ, താങ്ക്സ്. പണ്ട് ഇതുപോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ സ്കൂള് വിട്ട് കഴിഞ്ഞ് വീട്ടിൽ പറയാതെ ഞാൻ കെട്ടുപന്ത് കളിക്കാൻ പോയത്. കെട്ടുപന്തോ? അതെന്നാച്ചാ? അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ പന്ത് വാങ്ങിക്കാൻ പിള്ളേരുടെ കാശുണ്ടോ? ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് വരിഞ്ഞ് ഒരു വലിയ പന്ത് പോലെ കെട്ടി ഉണ്ടാക്കുന്ന ഒരുതരം ബോള് വെച്ചാ കളിയൊക്കെ. കളിയുടെ രസം മൂത്ത് സന്ധ്യ ആയതറിഞ്ഞില്ല. സ്കൂള് വിട്ട് എന്നെ കാണാഞ്ഞ് അച്ഛനും സുമാരൻ നായരും ആ ചെത്തുകാരൻ പ്രസന്നും എന്ന് വേണ്ട കര മുഴുവൻ അങ്ങ് തപ്പി ഇറങ്ങി. എന്നൊക്കെ ഈ പിള്ളേരെ പിടുത്തക്കാരുള്ള കാലമാണ്. ഒടുവിൽ ഒരു കണക്കിന് അവരെന്നെ തപ്പിപ്പിടിച്ചു. അപ്പൊ തന്നെ കിട്ടിയില്ലേ അച്ഛന്റെ വക സമ്മാനം. വീട്ടിലോട്ട് ചെന്നപ്പോഴേ അമ്മ ചോറിലും പിടിച്ച് അങ്ങനെ തുള്ളി നിൽക്കുക. അമ്മയ്ക്ക് പിടികൊടുക്കാതിരിക്കാനായി വീടിന് ചുറ്റും ഒരൊറ്റ ഓട്ടമാ. അമ്മയുണ്ടോ വിടുന്നു, ചോറിലുമായിട്ട് പുറകെ. പണ്ടുള്ളവര് പറയുന്നേ വീടിന് ചുറ്റും ഓടിയാ അമ്മയുടെ അമ്മിഞ്ഞായിക്ക് നീര് വരുന്ന. ഓടിച്ചിട്ട് പിടിച്ച് പൊതിരെ തല്ലി ടമാ ടിമാന്ന് പറയാതെ കളിക്കാൻ പോയതിനും കള്ളം പറഞ്ഞതിനും ഒക്കെ. അന്നത്തെ ആ അടി കൊണ്ട് വലിയൊരു ഗുണം ഉണ്ടായി. പിന്നീട് ഇതുവരെ എന്റെ ഈ പ്രായം വരെ കള്ളം പറഞ്ഞിട്ടില്ല. പാവ അമ്മ. അടിയും ബഹളവും വഴക്ക് പറച്ചിലും ഒക്കെ അമ്മയായിരുന്നു.
അച്ഛനെ പിന്നെയും പറഞ്ഞു കളിപ്പിക്കാൻ ഈസിയാ. അമ്മയ്ക്ക് എന്നെ എന്തിഷ്ടമായിരുന്നു എന്നറിയോ? ഈ ചേട്ടന്റെ ഒരു കാര്യം അപ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു. അയ്യോ, ഇനി അത് കൈകൊണ്ട് എടുത്തിട്ട് കയ്യിൽ കുപ്പിച്ചില കൊണ്ട് കയറണ്ട. നീ എന്തിനാ കരയുന്നേ? സാരല്ലടാ, അത് ഫ്രീ കിട്ടിയ ജഗ്ഗല്ലേ, അത്ര തന്നെ വേറെ ഇരിപ്പുണ്ടല്ലോ, സാരമില്ല. ഞാൻ കള്ള അച്ഛനോട് പറഞ്ഞ. സോറി അച്ഛ. മോൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അച്ഛൻ മനസ്സുകൊണ്ട് മോനോട് ക്ഷമിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുനാളിലെ മനസ്സ് തന്നെയാണല്ലോ നിന്റെ നോർത്ത് അച്ഛൻ ഉള്ളിൽ ചിരിക്കായിരുന്നടാ. അച്ഛനും മോനും ഒന്ന് തന്നെയല്ലേ? On 30th September 2001, I was on my way to Bokaro from അങ്കിളെ രണ്ടുപേരും കൂടി ഈ പണി നടക്കില്ല കേട്ടോ. ഏത് പണിയാ മോളെ? ഈ കമ്പൈൻ സ്റ്റഡി. കുട്ടികൾ അവരുടെ ഭാവനയ്ക്കും അഭിരുചിക്കും ഒക്കെ അനുസരിച്ച് പഠിക്കണം. പുതിയ സിലബസ് പറയുന്നേ. രാത്രി കിടന്ന് അലിച്ചു പോവാതിരി പെണ്ണേ. അങ്കിൾ ഈ മാജിക്കും മന്ത്രവും മനക്കണക്കും ഒക്കെ പഠിപ്പിച്ച് ഈ ചെക്കൻ സ്കൂളിൽ കിടന്ന് വലിയ ഷൈനിങ്ങാ. ആണോടാ? ചുമ്മാ ആ പൊട്ടക്കണ്ടിക്കുള്ള ഡാഡി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഇളക്കോ. മനു, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ കളിയായിട്ടാണെങ്കിൽ പോലും ഉപയോഗിക്കരുത്. ആ ഡാഡി വരുമ്പോ മോള് പിടിച്ചിരുത്തി ഒരു കമ്പൈൻ സ്റ്റഡി നടത്ത്. നല്ല കാര്യമായി. എന്റെ ഡാഡിക്ക് ഈന്തപ്പനയിൽ എത്ര കുരു ഉണ്ടെന്ന് എണ്ണാനല്ലേ അറിയൂ. ആഹാ, പഠിപ്പിക്കാനെന്ന് പറഞ്ഞിരുന്നിട്ട് രണ്ടുപേരും കൂടെ വാചകോടിയാ. എന്നിട്ട് ഇനി കഴിച്ചിട്ട് മതി. ഒരു സബ്ജക്ട് 20 മിനിറ്റ് കൂടുതൽ ഒറ്റ സ്ട്രെച്ചിന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്താലേ ബോറടിക്കും. അപ്പൊ ഒന്ന് റിലാക്സ് ആയ വീണ്ടും ഫ്രഷ്. മഞ്ജു, നീ ആ TV ഓഫ് ചെയ്തിട്ട് വല്ലതും വന്ന് കഴിച്ചേ. ഇങ്ങ തന്നേരമ്മേ. ആ, എന്നാ ഒരു പാ കൂടി എന്റെ മുന്നിൽ വിരിക്കാം. അവിടെ ഞാൻ കിടന്ന് കണ്ടോ. ഏത് നേരം ഒരു കാർട്ടൂൺ കാണല്. കണ്ണു പൊട്ടിപ്പോടി പെണ്ണേ. എങ്കിൽ സീരിയൽ കണ്ട അമ്മയുടെ കണ്ണ് എന്നെ പൊട്ടിയാനെ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 4-5 പേജാ ഹിസ്റ്ററിയുടെ മറ്റു എസ് എഴുതണ്ട്. ഈ ഷെർഷായുടെ ഭരണപരിഷ്കാരമൊക്കെ എത്ര പഠിച്ചാലും ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പൊ അച്ഛൻ ഒരു സൂത്രപ്പണി പറഞ്ഞു തന്നു. ഈ ഷെർഷയെ നമ്മുടെ അമിതാഭ് ബച്ചനായിട്ട് സങ്കല്പിക്കുക. ഗൗണും തലപ്പാവും ഒക്കെ വെച്ച് ഒരു 6-6 അടി പൊക്കമുള്ള അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ വേണ്ട, മമ്മൂട്ടി മതി. ആ മമ്മൂട്ടി എങ്കിൽ മമ്മൂട്ടി. പിന്നെ മന്ത്രി, അംഗരക്ഷകരും ചേകവരും ഒക്കെ എല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ഒക്കെ കൂടി ഒരു ലഗാൻ പടം മാതിരി ചരിത്രം അങ്ങോട്ടൊരു സിനിമാ കഥയാണ്. പിന്നെ ഭരണപരിഷ്കാരങ്ങളൊക്കെ അവരുടെ ഡയലോഗ്സ് പോലെ ആക്കിയാൽ കാര്യസിം. കണ്ട ഒരു സിനിമയുടെ കഥ എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സർക്കാർ എന്ന വാക്ക് പോലും ഷെർഷയുടെ കോൺട്രിബ്യൂഷൻ. എന്റെ മോനെ, നീ അച്ഛന്റെ പുളുവടിയൊന്നും ചെന്ന് സാറുമാരുടെ അടുത്ത് വിളമ്പിയേക്കല്ലേ. അവര് വിചാരിക്കും നിന്റെ അച്ഛന് വട്ടാന്ന്. ഞങ്ങളുടെ സാറ് പറഞ്ഞ അച്ഛനൊരു ജീനിയസ് ആണെന്നാ. സാറിന് ഇപ്പോഴും സംശയം അച്ഛനെങ്ങനെ IAS കിട്ടാതെ പോയിന്നാ. ഒരു ദിവസം അച്ഛനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണെന്ന് പറഞ്ഞിരിക്കാ സാറ്. മോനെ കുട്ടാ മതിയടാ, ഫ്ലാറ്റിന്റെ മേലെ വീണ അച്ഛന്റെ പൊടി പോലും കിട്ടില്ലടാ മോനെ. കോമ്പസേ അച്ഛൻ പ്രോമിസ് ചെയ്താ പറയത്തില്ല. അച്ഛൻ പ്രോമിസ് ചെയ്തോട്ടോ. പ്രോമിസ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ പിന്നെ അച്ഛനോട് കൂടുതലാട്ടോ. എന്താടാ ഈ കോമ്പസ്? കോമ്പസ് അല്ല, പ്രൊട്ടക്ടർ. ആ, ഇപ്പൊ പിടികിട്ടി. എന്താ വട്ടം കറക്കുന്ന പരിപാടിയല്ലേ? അച്ഛാ പറയരുത് അച്ഛാ. എന്നാ അച്ഛൻ സത്യം ചെയ്യണം. ഞാനാണ് എന്റെ അച്ഛനാണ് അല്ല എന്റെ മോനാണ്. കോമ്പസ് എന്താന്ന് പറയില്ല. കോമ്പസ് എന്താണെന്ന് പറയില്ല കേട്ടോ. സത്യം സത്യം സത്യം. ഈ കുട്ടിക്കൊരങ്ങന്റെ തനി സ്വഭാവ ടീനേജിന് അത് പിള്ളേരുടെ മനസ്സിനെ പിടിച്ചങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പഠിക്കണോ കളിക്കണോ, പഠിക്കണോ പ്രേമിക്കണോ എന്നൊക്കെ പറഞ്ഞ്. അത് ശരി, അതാണല്ലേ കോമ്പസ്. ഇതൊന്നുമല്ല, കാര്യമൊന്നുമില്ലേലും ഞാൻ അവനോട് സത്യം ചെയ്തല്ലേ മോളെ, അതുകൊണ്ടാണ്. അങ്ങനെ വേണ്ട, നിങ്ങൾ അച്ഛനും മോനും മാത്രമായിട്ട് ഒരു രഹസ്യം. ഇങ്ങനെയാണ് ഞാനില്ല. എനിക്ക് മേലെ വെള്ളിത്തിങ്കൾ താഴെ നിലാക്കായൽ. നീ കേട്ടിട്ടില്ലേ? നീ കേൾക്കാൻ വഴിയില്ല. അതെ, ഞാൻ തന്നെ എഴുതിയ കവിതയാ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛന്റെ പ്രേമം ചുറ്റിക്കളിയൊക്കെ മോനും കാണാതിരിക്കോ? തനി ഫോട്ടോ കോപ്പി അല്ലേ? കുട്ടികൾ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളാ. കൗമാരോ യൗവനോ ഒക്കെ വന്നു പോയാലും അവരെപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെ. ഉച്ച വിലങ്ങനെ വെച്ചതാ. അമ്മ അത് കണ്ടോ?
നമ്മളെ കൂട്ട് പോയിച്ചും ഫാമിലി ആയിട്ട് സർക്കിട്ട് ബ്രേക്ക് കിട്ടില്ലായിരുന്നു ഇപ്പൊ ഫാമിലി ആയിട്ട് കാഞ്ഞന. നമ്മുടെ ഇപ്പൊ മരിച്ചുപോയ അപ്പച്ചിയും അപ്പച്ചിയല്ല മുത്തശ്ശി, അച്ഛനല്ലേ അപ്പച്ചി എന്ന് വിളിക്കുന്നത്. ആ മുത്തശ്ശിയും ഈ പൂച്ചയൊക്കെ ചത്തു കഴിഞ്ഞാ ഒരിടത്തേക്കാ പോന്നെ. അതൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ചാ, ഒക്കെ ഓരോ നിയോഗ. എന്റെ ചേട്ടാ, കർമ്മഫലോ യോഗോ നിയോഗം എന്നൊക്കെ പറഞ്ഞ ഈ പിള്ളേർക്ക് വല്ലതും മനസ്സിലാവോ? പിന്നെ അച്ഛനമ്മയെ കല്യാണം കഴിച്ചത് ഒരു നിയോഗമാ. അമ്പടി, നീ ആള് കൊള്ളാലോ. അച്ഛൻ ഈ അമ്മയല്ലാതെ വേറെ ആരെങ്കിലും കെട്ടായിരുന്നു? ആ ചിലർക്ക് ചില കർമ്മഫലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർക്കണം. പിന്നെ അല്ലേ കാണായിരുന്നു അച്ഛന്റെ പഴയ ഒരു ലൈനിലിടാ. എനിക്കറിയാം, ശോഭമായില്ലേ? ആ ചുമ്മാ നാടാ, അതൊക്കെ ഒരു അഡോളസെന്റ്. പിന്നെ ഞങ്ങൾക്ക് പകരം വേറെ പിള്ളേരായിരിക്കും അല്ലേ? പാവം, ഈ അച്ഛൻ പിച്ചി പിച്ചി അമ്മയുടെ വയറ്റത്ത് മുഴുവൻ പാടാ. കൊച്ചിന്റെ കാര്യം. എടാ കൊതിയ, അതേ നോക്കിയിരിക്കാതെ പഠിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഓരോന്ന് തരും. പരമം പരാപരമാനന്ദം പരാത്മാനാം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. അതായത് കള്ള നിക്കടാ അവിടെ. പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത പരമാനന്ദം സുന്ദര വികസിത ഭക്താം പ്രതികോദരമതിരാം കലേവരം സിത പങ്കജ ചാരുനയനം യൂണിയൻ കാർഡ് പണിമുടക്കും എന്ന് പറയുന്നതല്ലാതെ പഴയതുപോലുള്ള ആവേശമൊന്നും കാണുന്നില്ലല്ലോ രമേശ. ഇടക്കാലാശ്വാസം ഉടൻ നടപ്പാക്കാമെന്ന് സർക്കാർ ഏറ്റിട്ടുണ്ട്. ആ അതങ്ങനെയാ, ഇലക്ഷൻ ആണ് ഒരങ്ങ് നീട്ടും, ലാസ്റ്റ് മിനിറ്റ് കസേര ഇറങ്ങാറാകുമ്പോ അങ്ങ് നടപ്പാക്കും. കടക്കണിയൊക്കെ പിന്നാലെ വരുന്ന അനുഭവിച്ചോളൂല്ലോ. നിങ്ങൾ വീട്ടിൽ കയറിയ ചോദിച്ചാ ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ അങ്ങനെ കാക്കാൻ. എടുക്കുമല്ലേ? അല്ലേ? ഓ കൊള്ളി വെക്കേണ്ടവനെവിടെ? വിളിക്ക. അളിയനും അളിയനും കൂടെ കാലത്തെ തുടങ്ങി. കൊള്ളി വെക്കുമ്പം കയ്യിലേറെ നിൽക്കണ്ടേ? ഇതിങ്ങളുടെ അടുത്ത് നേരത്തെ കാലത്തെ അവള് പോയത് നന്നായി. ബോധവും പൊക്കണവും ഇല്ലാതെ കിടന്ന് ആര് നോക്കാൻ? അളിയനപ്പോ വന്ന് വാടാ, ഒരു കൊള്ളി വേണേ നീ വെച്ചോ. നീ ഇത്ര ധൃതി വെച്ച് കാറും പിടിച്ച് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ കുറെ കാശ് കളഞ്ഞു. എന്തിനാ ഈ കള്ളുകളി കാണാനോ? അപ്പച്ചിക്ക് രഘുവിനെ ശോഭയെക്കാളും ഇഷ്ടം എന്നെ ആയിരുന്നില്ലേ? പിന്നെ ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഒരു ഗൾഫുകാരനെ കണ്ടപ്പോ വാക്ക് ഉടമ്പടി എല്ലാം പറഞ്ഞു മോളെ അയാളോട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് എന്തായി? പ്രാഞ്ചി ഇവിടെ നിൽക്കണ കണ്ടില്ലേ? നാട്ടിലുള്ള പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി തനിക്ക് അറിയാവുന്നതൊക്കെ പഠിപ്പിച്ചു. സ്വന്തം കുഞ്ഞുങ്ങൾ മാത്രം നല്ലൊന്നും ഒട്ടും പഠിച്ചില്ല. ആ ഒക്കെ ഓരോരോ യോഗമാ. മുത്തശ്ശന്റെ യോഗം കണ്ട അമ്മയെ പോലെ മരുമോളെ കിട്ടിയ കൊച്ചുകാന്താരി വലിയ വായിലാണുള്ള വർത്താനം. എളുപ്പം പഠിച്ച് വലുതാകാൻ നോക്ക്. എന്നാ ഇന്ദിരാഗാന്ധി പോലെ നിന്നെയും പ്രധാനമന്ത്രിയാക്കാം. അവർക്ക് പ്രധാനമന്ത്രി ആകേണ്ട മുത്തശ്ശ, സോണിയാഗാന്ധി ആയാ മതി. അല്ലടി? അത് കൊള്ളാമല്ലോടാ. അപ്പൊ നീയാ ഇവിടെ ആശാനല്ലേ? മുട്ടേന്ന് വീഴുന്ന പിള്ളേരുടെ വർത്താനം കേട്ടാ ചില സീരിയൽ ഡയലോഗ് പോലെ. ജയൽബേഡ് TV കണ്ടുപിടിക്കുമ്പോ
നമ്മളത് ഇത്രയും വഷളാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അമ്മേ മുത്തശ്ശൻ അച്ഛനെ പോലെ നല്ല ജീവിക്കാണല്ലോ. അതാ. അച്ഛൻ ഇവള് പറഞ്ഞു കേട്ടോ, അച്ഛന് നല്ല ജനറൽ നോളജ് ആണ്. ഓ ഒക്കെ തുരുമ്പടിച്ചു തുടങ്ങി. കുഞ്ഞുഞ്ഞേ. ഓ ഇവിടെ ഉണ്ട്. ആ മുത്തശ്ശൻ ആ, പശു നിങ്ങളുടെ കുട്ടി ഇങ്ങനെ പുല്ലോ കൊച്ചുകുട്ടിയായി പഠിച്ചും കളിച്ചും ഒക്കെ നടന്ന ഇത്രയൊക്കെ വയസ്സായത്. അയ്യോ ചന്ദ്രന്റെ കാര്യം അങ്ങ് പറഞ്ഞേ, വല്ലതും കഴിച്ചായിരുന്നു? ഓ ആ കാരറ്റിരിക്കുന്ന സാറിന്റെ വീടിന്റെ അടുത്ത് ഒരു ഷാപ്പുണ്ട്, അവിടുന്ന്. ആ അപ്പോഴേക്ക് അതും കണ്ടുപിടിച്ചോ? പിന്നെ മനുഷ്യന്മാർ എവിടെ ചെന്നാലും ആദ്യം കണ്ടുപിടിക്കുന്ന ഷാപ്പ് പള്ളിയല്ലയോ? അതെന്നാന്നറിയോ? രണ്ടും തരുന്നത് ലഹരിയാ. നല്ല ചൂട് കഞ്ഞി വെച്ചിട്ട് നെയ്യൊഴിച്ച് ചേമ്പുഴുക്കും കൂട്ടി ഒരു പിടുത്തം. അത്താഴത്തിന് നിന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാ. അച്ഛന്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് കൊതി വരുന്നു. ആ കൊതിച്ചോ കൊതിച്ചോ. ഈ നെയ്യും പുഴുക്കൊക്കെ കൊളസ്ട്രോളിനും പ്രഷറിനും പറ്റിയ ഐറ്റമാ. ഓ ഞാൻ ഇനിയിപ്പോ അതൊക്കെ എന്തോന്ന് നോക്കാൻ. ഇരുന്നിട്ട് പെരുന്നേക്കാല പാട്. ഒരുപാട് നേരം നിന്റെ അമ്മയെ ഓർക്കുന്ന ദിവസം ഇച്ചിരി നെയ്യും പുഴുക്കവും കൂട്ടി ഒരു കഞ്ഞികൂടി, അതൊരു സുഖ. ഇവിടെ ഒരാൾ അതിന്റെ ബാക്കിയാ. നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാ അപ്പ കണ്ണീര് വരും അമ്മയെ ഓർത്ത്. അതങ്ങനെയാ. രുചിയും മണമൊന്നും ആർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് ഇവിടെയൊക്കെ ഇങ്ങനെ കാണും. മതി മതി, രണ്ടുപേരും പോയി ഒന്ന് കുളിച്ചേ. ഓ അരപ്പും വെപ്പും ഒക്കെ ഞാൻ നോക്കണം. ചെല്ലേ സ്ഥലങ്ങളേക്ക് ചെല്ലേ. ഇങ്ങനത്തെ ഒരു അച്ഛനും മോനും. അടുക്കള കണ്ട പിന്നെ ചില പെണ്ണുങ്ങളെ പോലെയാ, ഒരു തരം പ്രാന്ത. എടി പ്രാന്തല്ല, അതിന്റെ യോഗ. കിടിക്കാതെ അച്ഛന്റെ കുഴമ്പ് കുപ്പി എടുത്തേ. വേദനിച്ചോ? ഈ വേദന ഒരു സുഖമാ. എന്നാ ഒന്നുകൂടെ പിടിച്ചു. ഈ അച്ഛന്റെ ഒരു കാര്യം ചില നേരത്തെ ചില കുട്ടികളെ പോലെ. നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ശരിക്കും ഞാൻ ഒരു കുട്ടിയാ. ഭാരവും ബലവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒക്കെ നോക്കി നടത്താൻ നീയുണ്ടല്ലോ എന്നുള്ള ഒരു ബലം. അതെ വെള്ളം ചൂടായി, എടുത്തു വെക്കട്ടെ. ഓ ഇന്നിനിപ്പോ ഇവന്റെ കൂടെ ഒന്ന് മുങ്ങി കയറാം. പട്ടനാണെങ്കിൽ ഒരു സഹായിയാ. കുറച്ചുകാലമായി നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഓ പിന്നെ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഇപ്പോ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരുന്നവർ ഓരോരുത്തരായിട്ട് മേലോട്ട് പോകുമ്പോ ചില ദിവസങ്ങളിൽ നേരം വെളുക്കുമ്പോ ഒരുതരം വെപ്രാളവും പേടിയും പരവേശവും. അല്ല ചിലപ്പോ പുതിയൊരു ദിവസത്തെ വയസ്സായി ബോഡി റിജക്ട് ചെയ്യുന്നതായിരിക്കും. ചുമ്മാ അതൊക്കെ ഓരോ തോന്നലുകളാ. വെളുപ്പാങ്കാലാവുമ്പോ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയുന്നതിന്റെ. അച്ഛൻ ഞങ്ങളുടെ കൂടെ ട്രിവാൻഡ്രത്തിനുമാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി അവിടെ കുറച്ച് ദിവസം നിൽക്കാം. ഓ അതൊക്കെ എത്ര ദിവസത്തേക്കാ? നിനക്ക് ഇവിടെ അടുത്തെങ്ങാനും ഒരു BDO ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫർ ശ്രമിച്ചാൽ കിട്ടില്ലേ? ആ കിട്ടാഴികയൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് വെച്ചങ്ങ് പോയാലേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടെങ്കിലും റിട്ടയർ ചെയ്യാം. അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു കളക്ടറാകാൻ പറ്റിയില്ല. മനുവിലൂടെ എനിക്കത് നേടിയെടുക്കണം. ഒരാഗ്രഹം അവിടെ ആവുമ്പോ. ശരിയാ, ഞാനത് ഓർത്തില്ല. എല്ലാരും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാ. നീയും അതെ, ഞാനും അതെ. അച്ഛനെപ്പോ വിളിച്ചാലും ഞാനിങ്ങെത്തില്ലേ? ഒരു വിളിപ്പുറത്തല്ലേ വിളിക്കുന്നത്? അതിന് നമ്മളല്ലല്ലോ. നീ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ അവനെയും കൊണ്ടു നടന്ന് പഠിക്കാനുള്ള സമയം കളയരുത്. ഈ IAS എന്നൊക്കെ പറയുന്ന ഒരു തരം ചാൻസാ, ഭാഗ്യ. കുഞ്ഞുഞ്ഞേ എന്തോ ആ കുളിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചോ. എന്റെ കൊച്ചെ, ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ഈ കമ്പനിക്കാര് ഇതിന് നല്ല ബോർഡറും മുന്താണിയൊക്കെ വെക്കുന്നത് ഇങ്ങനെ വലിച്ചു വാരി കൊടുക്കാനല്ല. ഇത് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഇച്ചിരി വൃത്തി മനക്കി കൊടുക്കുക. ഓ ഞാനിത് സർക്കാർ ഉദ്യോഗത്തിനൊന്നും പോവല്ലോ. ഒരുങ്ങി ചമഞ്ഞ് നടക്കും. ആ അതെ, ഞങ്ങളുടെ അമ്മ പറയും ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ. കൊച്ചിലെ അമ്മയുടെ നേരിയ ഞൊറിഞ്ഞുള്ള പ്രാക്ടീസാ. അകത്തേക്ക് വരാമോ? വാ വാ, കാണാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഇവിടെ. നീ എപ്പോ വന്നു? വർഷം കുറെ ആയല്ലോ, ഇതുവരെ സാരി ഉടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ? ചുമ്മാ
ചേച്ചിക്ക് അറിയില്ല രമേശേട്ടന്റെ കാര്യം എല്ലാം പുള്ളിക്കാരന് തന്നെ ചെയ്യണം. ഒരു പൊട്ട് പോലും തന്നെ വെക്കാൻ സമ്മതിക്കില്ല. കണ്ടോ കാര്യം കഴിഞ്ഞപ്പോ അവളുടെ വിധം മാറിയേ. മോള് തനിച്ചാൽ കൊടുത്താൽ മതി. എന്ത് എന്റെ പാന്റ് ഷർട്ടും ദേ അപ്പുറത്തെ തേപ്പ് മേശയിലിരിക്കുന്നു. ആ ഇപ്പൊ കാണാം ചന്തയില് പാ ഉണക്കായിട്ടിരിക്കുന്ന പോലെ. ഒക്കെ നിന്റെ ഭാഗ്യ. നന്നായിട്ടുണ്ട്. സോമൻ ചേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെ ആകാനാ, കണ്ടില്ല ഇന്നലത്തെ പരുവം. മിക്ക ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാ. എണീറ്റാൽ ഉടനെ തുടങ്ങും. വന്നിപ്പോ വിശപ്പുമില്ല, ഭക്ഷണവും വേണ്ട. ഏത് നേരവും ഇതിന്റെ ചില അക്യൂട്ട് സിംറ്റംസാ. മെഡിക്കൽ കോളേജില് രമേശ് ചേട്ടന് പരിചയമുള്ള ഡോക്ടർമാര് വല്ലതും ഉണ്ടെങ്കിൽ. അതിനിപ്പോ പരിചയമൊന്നും ആവശ്യമില്ല, ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കാ കാണാവുന്നേ ഉള്ളൂ. ആ വാ വായിച്ച് ചായ കുടിക്കാം. ചേട്ടനോട് പറയാതെ പോന്നേ. ഉണരുമ്പോ കണ്ടില്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞായിരിക്കും ഇന്നത്തെ ദിവസം മുഴുവൻ. ചൂട് ചെയ്യാൻ തരിചമ്മന്തി കൊണ്ടി കഴിച്ചിട്ട് പോവാം. ഓ നമുക്കെപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അമ്മാവാ. ടൗണിൽ നിന്ന് വന്നവര് കഴിക്കട്ടെ. ആഹാ, അച്ഛന്റെ വാചകടിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തെ? വലിയ ചെക്കനായി പോയോ? നാണായി പോയോ? +2 കാരനല്ലേ, കണ്ടില്ലേ പൊടി മീശയൊക്കെ. ഇനിയിപ്പോ പെട്ടെന്ന് അച്ഛനെ പോലെ ആകും. സഞ്ജയനം കഴിഞ്ഞ അടുത്തൊരു ദിവസം വിളിച്ചിട്ട് ചേട്ടനും കൂട്ടിയിട്ടങ്ങ് വരാം. നിങ്ങൾ കഴിക്ക്, പോണ്ടല്ലേ? ആ ഞാൻ പോട്ടെ. ഇപ്പൊ അവിടെ ചീത്തവിളി തുടങ്ങിക്കാണും. അതെ, ഈ രോഗിയുടെ വില്ലിങ്നെസ് ഇതിൽ പ്രധാനം. ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും സമാധാനമായനെ അവക്ക്. സോമൻ ചേട്ടനോടെ കാര്യങ്ങളൊക്കെ അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. രോഗം മാറണമെന്ന് രോഗി കൂടി ആഗ്രഹിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചാലേ അതിന് ഫലം ഉണ്ടാവും. നീ ബാഗിരുന്നു. എത്ര പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ മേലെ കൂടെ ഒരു വഴി വെട്ടാൻ. എന്നാൽ ഈ പങ്കപ്പാടും വേണം. ഒരു പങ്കപ്പാടും ഇല്ല, നിനക്കത് ശീലമില്ലാത്തോണ്ടാ. എടാ കുഞ്ഞുഞ്ഞേ ഇതോടെ എടുത്തോ. ദേ ആ ഭാഗത്തൂടെ റാ പോലെ ഒന്ന് വളച്ചു വെട്ടിയാ കാറും കയറും, ഈ പടിയുടെ എണ്ണവും കുറയും. അതെ അതെ, ആണ്ടിലാണ്ടി കുറച്ച് അടക്കിയും കുരുമുളകും തരുന്ന അതുങ്ങളെ വെട്ടിയിട്ട് നമുക്ക് എന്തിനാണ് ഒരു റോഡ്? അതിപ്പോ ജോസഫിന്റെ ഇടപാടിൽ ഒരു കാർ ഒത്തു വന്ന് കിടപ്പുണ്ട്. സെക്കൻഡ് ഹാൻഡാ, എങ്കിലും നല്ല കണ്ടീഷനാ. അത് നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ മനസ്സിലായി. ജോസഫിന്റെ ഇടപാടല്ലേ? ഈ ജോസഫിന്റെ ഇടപാടിലല്ലേ കഴിഞ്ഞ തവണ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നായിരുന്നു നീ പറഞ്ഞത്? ആ അത് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുക. ബാങ്കുകാരുടെ ഇടപാടല്ലേ ഇത്. പിന്നെ അതൊന്നും വേണ്ട. ജോസഫ് എന്നെ ഒരു പ്രൈവറ്റ് CC അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ തിരുവനന്തപുരത്തൊക്കെ ഈ റെന്റേക്കാരന് നല്ല ഡിമാൻഡാ. അത്യാവശ്യം CC അടഞ്ഞു പോകും, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നീ പൊറോട്ട ഇറങ്ങി എനിക്ക് അവിടെ വെക്കട്ടെ. അതൊന്നും പറ്റില്ല, സീറ്റിൽ ആൾക്കാർക്ക് ഇരിക്കാനല്ല. ഇത് തനിക്കുള്ളതാണോ എന്നാ പറയുന്നത്? നീ അങ്ങോട്ട് നീങ്ങി ഇരുന്നോ. പറഞ്ഞാലും 50 രൂപ കൂടുതലുണ്ട്. ബായ് മുത്തശ്ശ. ഞാൻ പറഞ്ഞ കാര്യം അച്ഛനൊന്നും പറഞ്ഞില്ല. അതിന് ഞാൻ എന്നാ പറയാനാ? റോഡ് വെട്ടുന്നതിനെ കുറിച്ചാണെങ്കിൽ ഇതെല്ലാം കൂടെ വെട്ടിപിടിച്ചു മാറ്റി തൽക്കാലം ചിന്തിക്കുന്നില്ല. പിന്നെ കാറ് വാങ്ങിക്കുന്നതും ഫ്ലാറ്റ് വാങ്ങിക്കുന്നതൊക്കെ നീയും ജോസഫ് കൂടെ തീരുമാനിച്ചതല്ലേ? പയ്യെ തിന്നാ പനയും തിന്നാമെന്ന് പണ്ടുള്ളവര് പറയുന്നതേ പനയങ്ങ് തിന്നു കളയാവുന്നല്ല, അതോർത്തോ. ഈ മുറ്റത്ത് കാറിടാനുള്ള യോഗ അച്ഛനില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ കാറുമായിട്ട് വരുമ്പോ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു കയറിക്കോളാം. ഓ മതി, താലപ്പൊലിയായിട്ട് ഞാൻ വന്ന് നിന്നോളാം. ഒന്ന് പോണായിരുന്നു. എല്ലാ പ്രാവശ്യവും വന്നു പോകുമ്പോ ഈ വഴക്കൊരു പതിവാ. കാറ് വാങ്ങുന്ന കാര്യം ഞങ്ങളോട് അറിഞ്ഞില്ല. അച്ഛനെ പിന്നെ എന്തിനാ വെറുതെ? അതേടി, ഈ വഴക്കും ബഹളവും ഒന്നും ഇല്ലാതെ വീട്ടിൽ അച്ഛനെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുന്നത് ഒരു പ്രയാസം. ഒരു യാത്ര പറച്ചിലിനേക്കാൾ അച്ഛനും ഇഷ്ടം ഇതാ. ഇന്ന് മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. പോട്ടേട്ടാ വണ്ടി. എന്താങ്ങളെ വലിക്കുന്നില്ലല്ലോ? എങ്ങനെ വലിക്കാനാ, പറമ്പ് മുഴുവൻ ഡിക്കിലല്ലേ. ഇതെങ്ങനെയുണ്ട്? ഈ സാരിക്ക് എന്തൊരു വില? இந்த ஸ்டஃப் அந்த கடையிலே 400 ரூபாய்க்கு தான் கிடைக்கும். ஆனா ചേച്ചി 375 തന്നാ പോകും. എന്തിനാച്ചി ഇവിടെ ചാലയിൽ ഇതേ സ്റ്റഫ് 350 രൂപയ്ക്ക് കിട്ടും. കളർ ഇത്തിരി കൂടുന്നേ ഉള്ളൂ. കളറല്ല ചേച്ചി, വില താൻ കൂടും. அந்த கடைக்காரன் நானும் எல்லாம் ஒரே மார்க்கெட்டில் தான் சாமானம் வாங்குறது. அவங்க ஏசி போட்டு இருக்கும்போ ചേച്ചി அவங்கிட்ட போகும். நான் கடையோட தூக்கி எங்கிட்ட வரும்போ டிமாண்ட் இல்ல. ഇത് பாரு ചേച്ചി, ആറ്റുകാൽ പൊങ്കാല മതിയാക്കണോ? തന്റെ ഗീറ്റ തുണി വിൽക്കാനായിട്ട് വെറുതെ എണ്ണത്തിനാണോ ദേവിയെ കൂട്ടുപിടിക്കുന്നത്? കാലത്ത് ഈ സാറന്മാരെ കൊണ്ടൊന്നും ജ്വാലികളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. താൻ കാരണം കുറെ കാലമായി ഈ ഫയലുകളൊക്കെ തെക്ക് ഇവിടെ കിടന്ന് കറങ്ങാ. എന്റെ സരള സാറേ, പിടിച്ച ചിട്ടിയുടെ തവണ കുടിശ്ശിയെ ചോദിക്കുമ്പോ നിങ്ങക്ക് 100,000 പ്രശ്നങ്ങൾ. ഇത് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ? വാങ്ങിച്ചോ. ഇനി ഞാൻ കാരണം പൊങ്കാലയ്ക്ക് തുണി കൊടുക്കാതിരിക്കണം. ഇൻസ്റ്റാൾമെന്റ് സാറേ. ആദ്യം എന്റെ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ് മതി തന്റെ ഇൻസ്റ്റാൾമെന്റ്.
സർക്കാർ ഓഫീസാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്ന് என்ன சார் വെള്ളച്ചായം പൂശി കൊടിയും നാട്ടി ഈ വലിയ കെട്ടിടം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് സെയിൽസ് ടാക്സും ഇൻകം ടാക്സും ഒക്കെ പിരിച്ചെടുക്കാനാ. തന്നെ പോലെ എല്ലാവരും ഡയറക്ട് മാർക്കറ്റിംഗ് തുടങ്ങിയാൽ മാസം ഞങ്ങൾക്ക് ശമ്പളം വേണ്ടി തരുമ്പോ ഖജനാവ് ഇള്ളേന്ന് കരയും. ബിസിനസ് ഒന്നും ഉള്ള തേവയിലെ വെളിയിൽ തള്ള. என்ன சார் நீங்க இப்படி எல்லாம் பேசுறது? പോടാ സ്പെഷ്യൽ ഓഫർ. എന്താ ജോസഫേ കാലത്തെ അന്നാച്ചിയായിട്ട് ഒരു എന്നാ പറയാനാ വിജയൻ സാറേ, ഒരു കണക്കിനാ നമ്മുടെ സാറന്മാരുടെ ഞാൻ കുറിക്കാശ് പിരിച്ചെടുക്കുന്നത്. അതിനിടയിൽ യവന്മാരെ അതും ഇതും പറഞ്ഞൊരു മഞ്ഞളിച്ച തുണിക്കഷ്ണം കാണിക്കുമ്പോ പെണ്ണുങ്ങളില്ലയോ ചാടി അങ്ങ് വീഴും. നമ്മുടെ കുറി മുടങ്ങിയേ. ഇനി കുറച്ച് കഴിയുമ്പോ വേറൊരുത്തം വരും അച്ചാറും പപ്പടമായിട്ട്. എന്നാ പറയാനാ. പറഞ്ഞത് ഏതായാലും നന്നായി, അല്ലെങ്കിൽ കുറിക്കാശ് പറഞ്ഞേനെ. ഇത്തവണ വല്ല അഡ്ജസ്റ്റ്മെന്റ് നടക്കോ ജോസഫ്? ഇത്തവണ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല വിജയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇല്ലേ ജോസഫ്? അല്ല രമേശ് സാർ ഇപ്പൊ എന്തിനാ കാശ്? കാറിന്റെ കച്ചവടമൊക്കെ ആകുമ്പോഴത്തേക്ക് പോരായോ? എന്താ മാപ്പിള കാല് മാറ? കാല് മാറുന്ന രാഷ്ട്രീയം അല്ലല്ലോ നമ്മുടേത്. ഏത് അതെ നമ്മുടെ രമണി സാറുണ്ടല്ലോ, ഒരു ജൂവലറിക്കാരനുണ്ടല്ലോ, എന്താ കടയുടെ പേര്? ഈ ടി വിയിലൊക്കെ ഒരു കൊച്ചു പാട്ടും പാടി എന്തോ ആയിക്കോട്ടെ, അവരുടെ 5 പവന്റെ നെക്ലേസ് സമ്മാനം അടിച്ചു. അതൊരു അഡ്ജസ്റ്റ്മെന്റ്. പകുതി കാശങ്ങ് കൊടുക്കണം. എന്നാൽ എന്നാ പുളിക്കുവോ ലാഭം ഇല്ലയോ? അതിനൊക്കെ ഒരു അത്യാവശ്യത്തിന് എനിക്ക് പരീക്ഷയൊക്കെ അടുത്ത് വരികയല്ലേ, ഒരു ഇൻവെർട്ടർ വാങ്ങണം. ഇപ്പൊ തന്നെ കറണ്ട് കെട്ട് അരമണിക്കൂറാ. ഈ ചൂടും വെയിലും ഒക്കെ കണ്ടിട്ട് ഇതിന് അരമണിക്കൂറിലൊന്നും നിൽക്കുന്നു. അതിനിപ്പോ സാറ് വലിയ പരവേശമൊന്നും പിടിക്കണ്ട. തന്നെയല്ല ഈ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നെല്ലാം പിടിപ്പിച്ച് വരുമ്പോഴേക്കും തുലാമഴയിങ്ങെത്തും. ഏതാണ്ട് ആ സമയത്തിന് അടുപ്പിച്ച് നമ്മുടെ ഫ്ലാറ്റിന്റെ ഇടപാട് ശരിയാവും. എന്തിനും ജോസഫിന്റെ ഒരു പ്ലാനിങ് നോ പറയില്ല. എന്റെ പൊന്ന് സാറേ, പ്ലാനിങ് ഇല്ലാതെ ഇടക്കാല ആശ്വാസം വരുന്നത് നോക്കിയിരുന്ന ഈ വാരത്തിന് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റൂ. സാറിന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒത്ത ഇൻവെർട്ടർ ഞാൻ ഇന്ന് തന്നെ വാങ്ങിത്തരും. എന്താ ഹാംജി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? അയാള് പറഞ്ഞ നേരാ, ഇടക്കാല ആശ്വാസം നോക്കിയിരിക്കാ നമ്മള്. നമ്മുടെ ചില സെക്രട്ടറിമാരെക്കാൾ സെറ്റപ്പാ അയാൾക്ക് ഈ തിരുവനന്തപുരത്ത്. ഓക്കെ പ്ലാനിങ്. അല്ലാതെ ഈ മുദ്രചക്രം വാങ്ങിട്ടാ മുയർച്ചി തിരുവനയാക്കും മുയറ്റിന്മേ ഇന്മൈ പുകുത്തി വിടും എന്ന് വെച്ചാ രമേശ് സാറേ ഒന്നിങ്ങോട്ട് വരാമോ? എന്ന് വെച്ചാ പ്രയത്നം ഒരാളെ സമ്പന്നനാക്കും, ഇല്ലാത്തവനെ ദാരിദ്ര്യത്തിലാക്കും എന്നാ തിരുവള്ളുവർ പറയുന്നത്. അതും അല്ലെങ്കിൽ കോളാമ്പിയിൽ ഇങ്ങനെ മുറുക്കി തുപ്പിയിരിക്കാം ഇല്ലേ വിജയ? ഫ്രീ ടൈമിൽ കയറി ഗോളടിക്കല്ലേ? അതെ അതെ. എന്താ ഇനി വേണ്ടേ? ബെസ്റ്റ് ടൈം അല്ലേ, സമ്മാനമൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒക്കെ അറിയില്ലേ, ഇത്ര വലിയ സമ്മാനമൊക്കെ അടിച്ച എല്ലാരും ഒന്ന് അറിയിക്കണ്ടേ? അടുത്ത ആഴ്ച പത്രത്തിൽ വരുന്ന പറഞ്ഞത്, ഫോട്ടോ ഒക്കെ ആയിട്ട്. അപ്പൊ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണ രമണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് ഗ്യാരണ്ടിയാ. ഒരു കാര്യം ചെയ്യ്, ആ 234127 വിളിച്ച് ആ കമ്പ്യൂട്ടർ സെന്ററുകാരനോട് വന്ന് സർവീസ് ചെയ്ത് തരാൻ പറ. ചിലപ്പോ ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി 128 നിന്ന് കൂട്ടേണ്ടി വരും. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മിസ്റ്റർ രമേശൻ നായർ പറയുന്നത് തീർത്തും കറക്റ്റാ. പ്രപ്പോസൽ എക്സ്പ്രസ് ഹൈവേ നിങ്ങളുടെ സ്ഥലത്തു കൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം വെക്കാൻ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞാ ലേശം ബുദ്ധിമുട്ട് തന്നെയാ. അതല്ല നിങ്ങൾ വിചാരിച്ച നമ്മള് മാത്രം വിചാരിച്ചാ പോരാ, ദേ ഈ സാറ് കൂടി വിചാരിക്കണം. നിങ്ങൾ കുറെ ആൾക്കാർ അവിടുന്ന് മലബാർ എക്സ്പ്രസിനും കയറി ഇവിടെ വന്ന് കുത്തി നിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മുഖം നോക്കാതെ ഭരണം നടത്തണ നമ്മുടെ മുഖ്യം പറഞ്ഞേക്കണത് നടക്കണ കാര്യമാണ്. നമ്മളെ ജയിപ്പിച്ചു വിട്ട ഇവക്കടെ മുഖത്ത് നോക്കാതെ അങ്ങോട്ട് ചെന്നാ നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇതൊക്കെ ജനങ്ങളെ വെറുതെ ആവേശം കൊള്ളിപ്പിക്കുന്നല്ലാതെ ഈ എക്സ്പ്രസ് ഹൈവേ ഒന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഇനി അഥവാ തന്നെ വന്നാ അതെന്നാ അതിന് മുമ്പ് കെട്ടിടം അവിടെ പോങ്ങണം. കെട്ടിടം അവിടെ വന്നാൽ തന്നെ റോഡ് അല്പം വളച്ചുണ്ടാക്കണമെന്നേ ഉള്ളൂ, അതിനുള്ള സ്ഥലമുണ്ട്. അതൊന്നും സാരല്ല എന്റെ ഹാംജി. ഈ റോഡാവുമ്പോ ഈ വളവും തിരിവൊക്കെ വേണം. അതിനല്ലേ കാറിനും ലോറിക്കൊക്കെ സ്റ്റിയറിംഗ് വെച്ചിരിക്കണത് അല്ലേ? സാർ, ഇതേ കാരണവുമായി വന്ന ഒരു 3 സെന്റുകാരിയുടെ സ്പെഷ്യൽ റിക്വസ്റ്റിൽ ഹൈവേയുടെ കോൺസെപ്റ്റ് നഷ്ടമാകുമെന്ന് പറഞ്ഞ് സാർ ഒബ്ജക്റ്റ് ചെയ്യാനുണ്ടായത്. ഒരേ സ്വഭാവമുള്ള ഫയൽസിൽ 2 തരം റിപ്പോർട്ട് എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ. വേണ്ട സാർ അങ്ങനെ എഴുതണ്ട. ആരും നോക്കിയാലും വലിയ കുറ്റം വരാത്ത രീതിയിൽ ഒരു റിപ്പോർട്ട് അത് 2നും കൂടി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എങ്കിൽ അത് വേഗം വേണം. സത്യം പറഞ്ഞാൽ ഞങ്ങളല്ലേ സാറേ രാജ്യം ഭരിക്കണത്. ഞങ്ങളത് ജനങ്ങളിലേക്ക് ഒന്ന് സുതാര്യവൽക്കരിക്കുന്നു എന്നല്ലേ ഉള്ളൂ, അല്ലേടോ? യൂണിയൻ നേതാവാ ഒരു കാര്യത്തിനും സമ്മതിക്കില്ല. നവാസേ ഒന്ന് കണ്ടേര്. ഇപ്പൊ പഴയ പോലെ നല്ലെന്നേ. ഈ കസേരയ്ക്കൊന്നും ഒരു ഉറപ്പില്ല. ഏതെങ്കിലും ഒരു കോങ്കണ്ണി നോക്കി ഒന്ന് കണ്ണു തിരുമ്മിയാ മതി. ഇതിലൊന്നും ഇത്ര വലുതായിട്ട് ആലോചിക്കാനൊന്നുമില്ല. ഉള്ളവന്റെ അല്ലയോ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അംജിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സാർ അവനെ കണ്ടുപിടിച്ച നമ്മൾ കഴിക്കുന്നതിനിടയിൽ അവൻ കൊണ്ടുനടന്ന് വിൽക്കുന്ന എന്തിനാ? അവൻ ആവശ്യക്കാരനെ അറിയാം, അതാണ് അവന്റെ പ്ലാൻ. രമേശൻ എന്താ പതിവില്ലാതെ നാട്ടിൽ പോയപ്പോ കുറച്ച് ഇല കൊണ്ടുവന്നു.
പൊതിച്ചോറ് തിന്നാനൊരു കൊതി. ഈ വാട്ടിയിലയുടെ മണമൊക്കെ ആയിട്ട് സംഗതി രസം. പക്ഷെ ഇല എവിടെ കിട്ടാനാണ്? സാറിപ്പ് ഇതിന്റെ പേര് അത്ര ടെൻഷനൊന്നും അടിക്കണ്ട. ചിരിച്ചോണ്ടിരുന്ന് അങ്ങ് ഇങ്ങയും തൊടാതെ റിപ്പോർട്ടിങ് എഴുതി തന്നെ ബാക്കി പ്ലാനിങ് ഒക്കെ ഞാൻ നടത്തിക്കോളാം. 5 സ്റ്റാർ ഹോട്ടലിന്റെ പെർമിഷൻ ആവുമ്പോ ഇൻവെർട്ടർ മാത്രം പോരാ. ആ കാറിന്റെ അഡ്വാൻസ് കൂടി ഞാൻ കൊടുപ്പിച്ചേക്കാം. ഇല്ലേ സാറേ? എടോ സാമ്പിള് തന്നെ. അല്ല മധുരവാ. റിവിഷനൊക്കെ മോൻ ഇപ്പോഴേ തുടങ്ങിയോ? അതിന് സിലബസ് ഒന്നും കഴിയാറായില്ല. മോള് പറയുന്നേ സ്കൂളിൽ സാറ് പഠിപ്പിക്കുന്നതിന് മുമ്പേ മനു എല്ലാം പഠിച്ചു കഴിയുന്ന എന്തോ പുതിയ രീതിയിലാ പഠിപ്പിക്കുന്നതെന്ന്. ഞങ്ങൾക്കും കൂടെ ആ ടെക്നിക്ക് ഒന്ന് പഠിപ്പിച്ചു തരാം രമേശ. അടുത്ത PTA മീറ്റിംഗില് സ്റ്റുഡൻസിനെയും പേരൻസിനെയും വെച്ചൊരു ക്ലാസ് എടുക്കണം പ്രിൻസിപ്പൾ പറയുന്നത്. കണ്ടോ ലീവ് എടുത്ത് വീട്ടിലെത്തി മോളെ എന്തെങ്കിലും പഠിപ്പിച്ചില്ലെങ്കിലേ നമ്മുടെ മോള് മാത്രം പരീക്ഷയ്ക്ക് ചൂത്തി അടിച്ചിരിക്കും. ഇന്ന് തന്നെ ലീവിന് അപ്ലൈ ചെയ്തോണോ? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഒപ്പം ഡിവോഴ്സിന്റെയും സൂയിസൈഡ് ടെൻഡൻസിയുടെയും കാര്യത്തിലും നമ്മൾ മറ്റാരേക്കാളും മുന്നിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, 2 വർഷത്തെ ക്ലിനിക്കൽ സർവേയുടെ വെളിച്ചത്തിൽ ഇന്ത്യ ടുഡേയിൽ വന്ന റിപ്പോർട്ടാണ്. എല്ലാത്തിനും ഒന്ന് തോറ്റ് കാണാൻ നോക്കിയിരിക്കാം മറ്റുള്ളവരെ. നിങ്ങളൊന്ന് നേരെ നോക്കി ഓടിക്കും മനുഷ്യ. അല്ലേ തന്നെ തോക്കുന്നതിന്റെ ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുക ഇവളുമാര്. നമ്മുടെ മനുവല്ലേ കളിക്കുന്നേ? എല്ലാരോടും അങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാറും മോനും കൂടെ ഇങ്ങനെ കളിച്ചു നടക്കല്ലേ? അത് കൊള്ളാം. പഠിത്തത്തോടൊപ്പം കളിയുണ്ട്, കളിയോടൊപ്പം പഠിത്തം. എവരി സ്മോൾ തിങ് ക്യാൻ ടീച്ച് എ ലെസൺ. എല്ലാരും കൂടെ എങ്ങോട്ടാ ഞായറാഴ്ചയായിട്ട്? ഇതിപ്പോ തേടി നടന്ന കാലെ ചുറ്റിയ പോലെ ഞങ്ങള് സാറിനെ കാണാൻ വീട്ടിലോട്ട് വരുമായിരുന്നു. ഇതെന്താ തമ്പുരൊക്കെ ആയിട്ട്? കലോത്സവം അടുത്ത് വരുമല്ലേ? ഇനിയിപ്പൊ നമ്മുടെ പിള്ളേര് മാത്രമായിട്ട് ഡാൻസും പാട്ടൊന്നും പഠിച്ചില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ച എല്ലാത്തിനും കൊണ്ടൊക്കെ ചേർത്തു. ആ ഭാഗവതർക്കാണെങ്കിൽ എല്ലാ കൊല്ലവും ആകെ കൂടെ ഒറ്റ പാട്ടേ അറിയത്തുള്ളൂ. എന്നതാടി മോളത്? ഇത് ഭാരതീയരുടെ കവിതയല്ലേ? പക്ഷെ എല്ലാ കൊല്ലം ഈ പാട്ട് പാടാൻ 4-5 പേര് കാണും. എല്ലാ കുട്ടികളും മൂപ്പരുടെ ശിഷ്യരാ. തമിഴായതുകൊണ്ട് അധികം പേരുണ്ടാവില്ല. ഒരുവിധം തട്ടി മുട്ടിയൊക്കെ പാടിയ സമ്മാനം കിട്ടും. അപ്പൊ ഇവളാ സാറെന്നാ മീറ്റിംഗ് പാടിയ പാട്ടോർത്തെ. അതാകുമ്പോ ഒരു വെറൈറ്റി ആകുമല്ലോ. അതും ഭാരതീയരുടെ കവിതയാ. അതൊക്കെ ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് പാടിക്കാന്ന് വെച്ചാ അതൊരല്പം റൊമാൻറ്റിക്കാ. അതൊന്നും സാരമില്ല സാറേ. ഇതിന്റെയൊക്കെ അർത്ഥവും വ്യാകരണം അറിഞ്ഞിട്ടാണോ ഈ കുട്ടികൾ പാടുന്നതും സാറന്മാര് മാർക്കിടുന്നതും? ടീച്ചറെ, നമുക്ക് രണ്ടാൾക്കും ഇതിനെ കുറിച്ച് വലിയ വിവരമില്ലാന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂട്ടണോ? രമേശൻ സാറിന് 10ാം ക്ലാസ്സിൽ പാടാമെങ്കിൽ ഇവക്ക് 9ാം ക്ലാസ്സിൽ ആ പാട്ട് പാടുന്നതിന് ഒരു കുഴപ്പമില്ല. സാറന്ന് അയ്യോ ഇപ്പോഴോ? ഇപ്പൊ ശരിയാകത്തില്ല. ആ പടം വേർത്ത് കഥച്ച്. അല്ല അതല്ല, ഞാൻ എഴുതി ഇവന്റെ കയ്യിൽ നാളെ സ്കൂളിൽ കൊടുത്തു വിടാം. എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് പാടണ്ടേ? ഇപ്പൊ ഒന്ന് പാടിത്തന്ന ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഇരുത്തി അങ്ങ് പഠിപ്പിക്കാം. മമ്മി. ഇനിയിപ്പൊ ഇതെന്തിനാ? അപ്പൊ റെക്കോർഡ് ചെയ്യട്ടെ, പയ്യെ പാടിയാ മതി. കാറ്റുവെളിയുടെ കണ്ണമ്മ കാതലെ എണ്ണി കളിക്കിன்றே അമുദൂറ്റിനെ എന്താ ഇത്? നാക്കിന്റെ തുമ്പത്തൊന്നും നിൽക്കുക, ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അമുദൂറ്റിനെ ഇതിപ്പോ എന്ത് പറ്റി? അത് ചിലപ്പോഴങ്ങനെ എത്ര അറിയാവുന്നതാണെങ്കിലും ആവശ്യം വരുമ്പോഴങ്ങ് മറന്നുപോകും. ഇനി മനുവിനെ കൊണ്ട് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന വല്ലതാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ പറയില്ലേ. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് മാത്രമേ ഒരു രക്ഷയില്ല സാർ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്ത് സ്കൂളിലെത്തിക്കാം. ഒന്ന് എഴുതി കൂടെ തന്നേരെ. ഞങ്ങൾ ഇനി ഭാഷ അറിയാതെ എഴുതിട്ട് മാറി കുഴപ്പാക്കണ്ട. മോനെ, അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ശരി ടീച്ചർ. ആ ടെൻഷനൊക്കെ മാറി. ഓക്കെ ബൈ മോളു, ബൈ. നല്ല ഹൈറ്റ് ജമ്പ് കിട്ടിയില്ലെങ്കിൽ ഈ സ്മാഷ് ചെയ്യാനൊരു ഈ ജമ്പിങ്ങിലും സ്മാഷിങ്ങിലും ഒന്നും അല്ല കാര്യം, പ്ലേസിങ്ങിലാ. അതിന് പന്തേ നോക്കി ചാടിയാ പോരാ, എതിരാളിയുടെ കണ്ണി നോക്കണം. കണ്ണിൽ നോക്കി അവന്റെ മനസ്സ് വായിച്ചെടുക്കണം. That's a lesson we learn from the game. Okay. ഇതെന്താ കൂടോടങ്ങാൻ പോവാ? കൂളല്ലേലും ഒരു ബാർ തുടങ്ങാനുള്ള കോളുകൾ തന്നെ നമ്മുടെ സോഫിയാനിയുടെ വർഗീസങ്ങളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വന്ന് കേറിയപ്പോ കേട്ടത് സോഡകൾ. ഇനി അണൽ ലോട്ടറി ആണെന്ന് പറ. ഈ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയില്ലേ,
ആ കണ്ണാടി നമ്മുടെ കണ്ണാ. അതിന് പിടിച്ചെടുക്കാൻ പറ്റും ഏത് തോട്ട്സും. അടുത്ത് കാട്ടും പളുങ്ക് പോൽ നെഞ്ചം, കടുത്ത് കാട്ടും മുഖം എന്ന് അപ്പച്ചി എപ്പോഴും പറയും. അപ്പന്റെ കണ്ണി നോക്കി തന്നെയാ അച്ഛൻ ഈ കള്ളത്തിനെ കണ്ടുപിടിക്കുന്നല്ലേ. അടിച്ചു പൊളിക്കാതെ, ഞാനിവിടെ ഉണ്ട്. ഈ അമ്മ എന്തിനാ എപ്പോഴും കെട്ടിപ്പൊട്ടി കിടക്കുന്നത്? ഇതിനകത്ത് എന്താ നീതി ഇരിപ്പുണ്ടോ? നിധിയില്ലെന്ന് പറഞ്ഞ് തുറന്നു വളർത്തേം കിടാൻ പറ്റുമോ? അത് ഞങ്ങൾ താഴെ നിറഞ്ഞു. ഹലോ രമേശ്. ഹലോ, എന്തൊക്കെയുള്ളു സാർ സമാധാനങ്ങൾ? നമ്മുടെ സെക്രട്ടേറിയറ്റ് സർക്കാർ കമ്പനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതന്നെ അങ്ങനെ ഒരു നോട്ടീസും മെമ്മോയോ ഒന്നും ഇല്ലാതെ. ഓ എന്നാ പറയാനാ, ഞങ്ങൾ ഗൾഫുകാരെ കാര്യമൊക്കെ ഇങ്ങനെയല്ലയോ, നോട്ടീസും മെമ്മോയോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന അറബിയല്ലയോ? ഇല്ല, ഞാൻ വരികില്ല. ഹലോ മനു, ഹൗ ഈസ് ദ സ്റ്റഡീസ്? കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടാക്കാനാ പഠിക്കുന്നേ? ഇത്തവണ റാങ്ക് ഇട്ടില്ലേ? അതോ കളിച്ചടക്കണം? അല്ല, മനുവിനെ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ദാ ഇവിടെ ഒരുത്തിയെ കണ്ടില്ലേ, പഠിത്തം ദൈവ, ഡാൻസും ദൈവ. ഇതന്നെ ആന്റി, ദുബായിൽ നിന്ന് അങ്കിൾ വന്നത് ഭാഗവതരം കൊണ്ട്. ഒന്നും പറയണ്ട, വലിയ ഡിമാൻഡുള്ള ആളാ. 5-6 കലാതിലകവും 3-4 സിനിമാ നടിമാരും മൂപ്പരുടെ സ്റ്റുഡൻസാ. ഈ ത്രിസന്ധിക്ക് എന്തിനാ ഈ ഡാൻസ് പഠിപ്പിക്കുന്നത്? സാർ അത് വന്ന് இந்த സന്ധ്യയും കാലവും ഒക്കെ നോക്കിയിരുന്ന 1 വർഷം കൊണ്ട് പഠിക്കേണ്ടത് ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒക്കെ ഒരു ക്യാപ്സൂൾ ഡാൻസ്, യുവജനോത്സവം സ്പെഷ്യൽ. ഈ ചിക്കൻ എടുക്കട്ടോ. പാട്ടിനും ഡാൻസിനും എല്ലാം അങ്ങ് ചേർക്കുക. ഒരു അറബിയെ കൊണ്ട് കവിത പാടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ചയൻ. അറബി കവിതയാകുമ്പോ പിള്ളേര് കുറവായിരിക്കും. ആ, എന്തിനെങ്കിലും ഒക്കെ ചേർത്ത് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ തല പൊക്കി നടക്കാൻ പറ്റില്ല. ഭാരതിയാർ കണ്ണമ്മയെ ഒരു കാമുകിയായി മാത്രമല്ല കണ്ടിരുന്നത്, തന്റെ ഭാഷയും ദേശവും ഒക്കെ കണ്ണമ്മയായിരുന്നു. അമുദൂറ്റിനേനൊത്ത ഇതൾഹണം നിലവൂറിത്തതുമ്പും വിഴികളും. അയ്യോ, ഇതെന്താ ഇപ്പോഴിങ്ങനെ ഒരു മഴ? വാ, വാ മക്കളെ. മനു, ഒരു കല്ലാസം വേണേ എടുത്തേ. എന്തിനാച്ചാ? ഒരു വഴി കൂടെ കിട്ടി. നിലവൂറി എന്താ കുളിച്ചപാടങ്ങ് ഇറങ്ങിപ്പോന്ന് ഒന്നും മുണ്ടുകൂടി മാറാതെ. മുണ്ടെടുക്കാനും തോർത്താനും ഒക്കെ നിന്നാലേ ചിലപ്പോ ഓർത്തെടുത്തതങ്ങ് മറന്നു പോകും. ടാങ്കില് വെള്ളം കയറുന്ന നോക്കാൻ വന്ന ആളാ. ഇവിടെ നിതാ പണി. എന്തിനായിട്ടാ ഇങ്ങനെ പാത്തും പതുങ്ങി നിന്ന് വലിക്കുന്നേ? കുറച്ചുമ്പ് വലിക്കില്ലാന്ന് വലിയ ഗമയെ പറഞ്ഞിട്ട്. അത് പിള്ളേരുടെ മുന്നിൽ വെച്ച് അച്ഛനെ കാണാതെ പണ്ട് ഒളിച്ചും പാത്തും ഒക്കെ വലിച്ച പോലെ ഇപ്പൊ പിള്ളേരോടും ആ ബഹുമാനം തന്നെ. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു വരൾച്ച പോലെ, ഒരു ഡ്രൈനസ്. ഈ രമേശ് ചേട്ടന്റെ ഒരു കാര്യം, ഇപ്പൊ ഇതെന്താ ഒരു ടെൻഷൻ? ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ മാഞ്ഞ പോലെയോ മറന്ന പോലെയോ ആ സംശയം ഉണ്ടാക്കുന്ന ഒരു തരം കണി. മനു +2 കയറിയപ്പോ തുടങ്ങിയതാ ചേട്ടന്റെ ആരെയും അറിയിക്കാതെയുള്ള ഈ ടെൻഷൻ. ഭർത്താനൊക്കെ ഈ പറയണത് ആഴ്ച 3-4 കഴിഞ്ഞിട്ടും റിപ്പോർട്ടും ഇല്ല, ഫയലും ഇല്ല എന്ന് വെച്ചാ എന്താളെ കൊയ്യക്ക? എന്റെ ബലമായ സംശയം ഇയാളത് മുഖ്യ ബല്ല പത്രക്കാർക്കും കൊടുത്തോന്നാ. എന്നാ സാറ് വിവരം അറിയാം. നമ്മൾ അങ്ങോട്ടൊക്കെ കൈ ചുറ്റണത് മുദ്രാവാക്യം വിളിക്കാനല്ല. ഇമ്മാരി കുറെ ആളെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വണ്ടി കയറിയത്. 24 മണിക്കൂറിനുള്ളിൽ ആ ഫയൽ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കണം. സാറിന് മനസ്സിലായില്ലയോ? മാത്തം മുതലാളി. ഞാൻ പറഞ്ഞിരുന്നു, മസ്കറ്റിൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന പ്ലാക്യം പറമ്പിലെ മസ്കറ്റ് മാത്രം എന്ന് പറഞ്ഞാലേ അറിയൂ. പിന്നെ തോനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞമ്മള് ഇരിക്കുന്നേ അടുത്ത ആയിട്ട് നമ്മൾ മസ്കറ്റിന് നന്നായി. മന്ത്രി പറഞ്ഞെന്ന് വെച്ച് സാറിന് വിരോധമൊന്നും വേണ്ട, ഒക്കെ മൂപ്പര് നമ്പരാ. ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കില്ല. സാറ് നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ധൃതി വെക്കുന്നത് 10ാം ഉദയത്തിന് കല്ലിടണം. നിങ്ങൾ കല്ലോ മണ്ണോ തേങ്ങയിട്ടോ അതിനിപ്പോ ഞാനെന്ത് വേണം?
മന്ത്രിയുടെ ചേനാര കിങ്കർന എന്നൊക്കെ പറഞ്ഞു. ഫയൽ നാളെ ടേബിളിൽ കാണും. ഓ ബാടോ. പബ്ലിക് ലൈബ്രറി കുത്തിയിരുന്ന് നോക്കിയാൽ കിട്ടാത്ത സാധനങ്ങളാ. ഇവിടെ അതിന് വല്ല വിലയുണ്ടോ? അമ്മ കരയാതെ, അമ്മ കരയാതെ. അച്ഛൻ ചുമ്മാ നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞതാ. അച്ഛൻ വെള്ളം ചോദിച്ചായിരുന്നോ? ഹലോ ഹലോ ഹലോ. കട്ടായി. ഇതെന്താച്ചാ മൊത്തം വേർത്ത് കുളിച്ചല്ലോ. വാ എഴുന്നേക്കാം. ഓ എന്തൊരു വെയിറ്റ് അച്ഛന്. ആ എഴുന്നേൽക്ക്. അമ്മേ കഴിക്കാൻ വിളമ്പിക്കോ. മോളെ ടേബിളിൽ പോയിരുന്ന് കഴിക്കേ. വേണ്ട, അമ്മയും വാ. അമ്മ ഇതൊക്കെ വിളമ്പിട്ട് വരാം. മോള് ചെല്ല. നമ്മള് നമ്മുടെ ലങ്സിന്റെ 1/3 ഉപയോഗിക്കുന്നുള്ളൂ എന്നാ യോഗ ക്ലാസ്സിൽ പറഞ്ഞേ. അത് നോർമൽ ബ്രത്ത്. ഒരു ഡീപ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ at that time our lungs are almost full. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഇത്തരം മറവികൾ സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുള്ളതാ. പക്ഷേ പലപ്പോഴും അതൊന്നും ആരും ശ്രദ്ധിക്കാറോ കോൺഷ്യസ് ആവുകയോ ചെയ്യാറില്ലെന്ന് മാത്രം. ജനനത്തിൽ നിന്നും മനുഷ്യൻ മരണത്തിലേക്ക് വളരുകയാണെന്ന് പറയാറില്ലേ? അപ്പൊ സംഭവിക്കുന്ന ഡീകേ അത് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിൽ ഒരുതരം ആങ്സൈറ്റി സിംറ്റംസും സ്ട്രെസ്സും ഒക്കെ സാധാരണ കാണാറുള്ളതാ. മോനെ IAS കാരനാക്കാനല്ലേ മോഹം? ഗോ ഹെഡ്. ഒരുപാട് മോഹങ്ങളുടെ ഇടയിൽ ചില ചെറിയ മറവികൾ ഒരു അനുഗ്രഹമാ. നന്നായി എക്സസൈസ് ചെയ്യുക, നടക്കുക, കളിക്കുക, മറവിയെക്കുറിച്ച് മറക്കുക. Notwithstanding, my fund of optimism was inexhaustible. കുറെ നാളായല്ലോ തന്നെ മിനി ഇതന്നെ വായിച്ചോണ്ട് നടക്കുന്നു. അവിടെ ഇവിടെ നോക്കി തട്ടി വീഴണ്ട. പോടാ, എനിക്കറിയാം എന്റെ ടെൻഷൻ. ഈ കുന്ത എത്ര അങ്ങോട്ട് കാണാതെ പഠിച്ചിട്ട് മനസ്സ് നിൽക്കുന്നില്ല. മനസ്സ് നിക്കാത്തെ അവിടെ കുറെ വായ്നോക്കളും അവിടെ പല്ലു വിളിച്ച് നോക്കിക്കുന്നില്ലേ, അതുകൊണ്ടാ. എന്നതാടി പരീക്ഷയ്ക്ക് പോകുമ്പോഴെങ്കിലും ഒന്ന് മനസമാധാനമായി പോവരുതോ? അവൻ ചുമ്മാ അതും ഇതും പറഞ്ഞെന്നെ ഇറിറ്റേറ്റ് ചെയ്യുക. പിന്നെ ആന്റി ഇത്രയും കാലം പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ടെൻഷൻ അടിച്ചാ പഠിക്കും. അത് ശരിയാ. ഇത് വെച്ച് എഴുതിയാ മതി കേട്ടോ. ഇതെന്താ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പേരാ? താമ്പാതി ദൈവം പാതി എന്നല്ലേ? ഇത് വെട്ടുകാട് പള്ളിന്ന് വെഞ്ചരിച്ചതാ. എന്നാ വെറുതെ മോഡൽ എക്സാം എഴുതി ആക്കം കുറയ്ക്കണോ? എന്തായാലും പാതി മാർക്ക് നിനക്ക് ഉറപ്പാ ദൈവത്തിന്റെ.
നല്ല സമയത്ത് ആ കണക്കായി പോയി. ദൈവത്തിനെ കളിയാക്കിയതല്ല ചിറ്റ കിട്ടിയില്ലേ? അതെ, എന്നെ പുറകിലെത്തി ചവിട്ടാങ്കി നമുക്ക് ഇതിൽ പോവാം. കൊള്ളാലോ പെണ്ണിന് പൂതി. അച്ഛനും ഇതുവരെ പോയില്ലേ? എന്നാ എന്റെ മോള് ചെല്ലേ, ഞാൻ അച്ഛനോട് വന്നോളാം. മമ്മി ഹലോ, ഗുഡ് മോർണിംഗ്. എന്തരാണ് ഇവിടം വരെ വരാനാണ് ഈ കറക്കങ്ങളൊക്കെ കറങ്ങിയത്? നോക്കാനൊന്നുമില്ല, ഒരു 200 രൂപയും കടിക്ക്. ആഴ്ചയിൽ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ ആട്ടക്കാരാണ് കേട്ടാ 4-5 തവണ സെക്രട്ടേറിയറ്റ് കാണിക്കുന്നത്. ഇതിരിക്കണം. വേണ്ട ഇരിക്കെ കൈ തന്നെ വെച്ച് ഇപ്പൊ ഈ പണിയൊന്നും കൂടെ നടക്കത്തില്ല. വിജിലൻസ് സ്ക്വാഡൊക്കെ പട്ടിപിടുത്തക്കാരെ പോലെ കറങ്ങി നടക്കുക. ഞങ്ങൾ അതിന് പൊടിയും കളറും ഒന്നും ചേർത്തിട്ടില്ല. എന്റെ പൊന്ന് സാറേ, വീട് പണി നടക്കുക, ഗ്രഹപ്പഴ സമയമാ. പോയിട്ട് കടയിലേക്ക് നമ്പർ അറിയാമല്ലോ? ആയിക്കോട്ടെ. എന്താ സാറേ പച്ചക്കറി കേട്ടേ? എവിടെന്നാലും ഓസന കിട്ടിയതായിരിക്കും. അതെ അതെ. ഗുഡ് മോർണിംഗ്. എന്നാ സാറേ ഒന്ന് പരുങ്ങന്ന്? ഇതെന്നെ പച്ചക്കറിയൊക്കെ ആയിട്ട് അതിനാണോ ഈ കടം തപ്പുന്നത്? എന്റെ സാറേ, സാറല്ലാതെ ഈ സമയത്ത് ആരെങ്കിലും പച്ചക്കറി ആയിട്ട് ഓഫീസ് വരൂ? ദാണ്ട് അങ്ങനെ പറഞ്ഞ പോലെ എങ്ങാണ്ട് ഓസിന് കിട്ടിയതാ. എന്തൊരു ട്രാഫിക് ബ്ലോക്കാ. വന്ന് ടൗണിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ? ഇതിപ്പോ സാറിന്റെ സീറ്റിൽ തന്നെ വെക്കണം. ഇങ്ങനെ ഞാൻ കൊണ്ട് വെച്ചോളാം. ഇപ്പഴാ എന്റെ ഒരു ചമ്മല് മനസ്സിലായല്ലയോ? പാവങ്ങൾ ഉറക്കം തൂങ്ങി തുടങ്ങി. ഓ, എന്തൊരു ചൂടാ. പിന്നെ എങ്ങനെ ഒരു 10-10:30 മണിയായിട്ട് സാറിനെ കാണാഞ്ഞപ്പോ ഞാൻ സാറിന് ഫോൺ ചെയ്തിരുന്നു. ആ ഫ്ലാറ്റുകാർ വിളിച്ചിരുന്നു. ബാങ്ക് ലോൺ സാങ്ഷൻ ആക്കി എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. സാറ് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞേരെ. അല്ലെ സാർ എവിടെ പോയി നേരിത് മാഡം വിഷമിക്കണ്ട. ഇങ്ങോട്ട് ഹലോ, അല്ല ഇത് എന്തിനു ജോസഫേട്ടാ മലക്കറി കച്ചവടം തുടങ്ങിയ? നിങ്ങളുടെ ഇടയിൽ പിഴക്കുണ്ടായോ? ഗീതാ സാറിനെ കുറിച്ച് നീ ആ തേങ്ങ എടുത്തിട്ട് തിരുമിയേ. അതിനെന്താ ഒത്തിരി സമയം വേണോ? ആ ചീനി ചട്ടിയിലോട്ട് ഇങ്ങോട്ട് വറുത്ത് കോരി ഇങ്ങോട്ട് ഇച്ചിരി അരച്ചു. എന്റെ പൊന്നു സാറേ, വറുത്ത് കോരി ഇച്ചിരി പെരുംജീരകം കൂടി അരച്ചെടുത്തൊന്ന് വയറ്റിയ മട്ടൺ ചാപ്സ് മാറി. ഇങ്ങനെ ഇത് എന്ത് പണിയാ ഈ കാണിക്കുന്ന? വീട്ടിലിരിക്കുന്നത് ഇച്ചിരി മോരുള്ള എടുത്തേ. സാർ എന്നാ പറയാ പറയുന്നത്? ആൾക്കാർക്കോട്ട് അധികം പറയിപ്പിക്കാതെ. ഒരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ സാർ. കാലത്തെ എനിക്കിട്ട് വെമ്പതല്ലോ. നമുക്ക് പണി തന്നിട്ട് ചിരിച്ചോ? സാർ എഴുന്നേറ്റെ. ഈ ഷർട്ട് ഒന്നിട്ടെ. ആ ബാങ്ക് ലോണൊന്ന് പെട്ടെന്ന് സാങ്ഷൻ ആക്കി കൊടുത്താ അതിന്റെ പിറ്റേ ആഴ്ച പുത്ത ഫ്ലാറ്റിലോട്ട് കയറി താമസിക്കാം. എന്തിനാ താമസിക്കുന്നത്? വാടകയ്ക്ക് കൊടുത്ത 10,000 രൂപ കിട്ടും. ഇതെന്തോന്നാ സാറേ? പെണ്ണുങ്ങളുടെ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടാ എന്റെ അകവാള് വെട്ടി. മണമൊന്നും ഇല്ലല്ലോ. കള്ളു കുടിച്ചതാണെങ്കിൽ സ്മെല്ല് വരേണ്ടതാ. വോഡ്കായോ ജിന്നോ ആണെങ്കിൽ വലിയ മണമൊന്നും അടിക്കില്ലെന്നേ. എന്നാലും ഒരു മൊശയുടെ മണം കാണാതിരിക്കില്ല. എന്റെ ബലമായ സംശയം കഞ്ചാവ് ഏതാണ്ട് തിരുമ്പി വലിച്ചതാണ്. അതാ ഈ മന്നതയും പൂച്ചയെ പോലുള്ള നിപ്പും. കണ്ടോ അത് പറഞ്ഞപ്പോഴുള്ള കള്ള ചിരി കണ്ടോ? ഇതത് തന്നെ സംശയമില്ല. സാർ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വന്നേ. ആ ബാത്റൂമിൽ കയറി കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുക. സാറിന് വയ്യായെങ്കിൽ ഞാൻ വേണേ വീട്ടിൽ കൊണ്ടാക്കാം. ഇന്നിനി പരുവത്തിൽ ഓഫീസിൽ നിൽക്കണ്ട. അത് ശരിയാ. വന്നാട്ടെ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇതൊന്നും വലിച്ച് ശീലമില്ലാത്ത ഒരു വലിച്ച ഇങ്ങനെയാ. എപ്പോഴും ചിരിയാ, ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. നിലാപത്ത് വിട്ട കോഴിയെ മാതിരി ഒക്കെ ഒരു സ്ലോ മോഷനാ. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടാൽ അറിയാം നല്ല തിട്ടമാണെന്ന്. പിന്നെ നാലായി കൂടെ വായി നോക്കി നടന്നപ്പോ ഇതല്ലായിരുന്നു സ്ഥിരം പണി. വിനാശകാലേ വിപരീത ബുദ്ധി. താനേതായാലും ഇവിടെ നിൽക്കാം. കുറച്ച് വെള്ളം വീഴുമ്പോ ശരിയാവുന്നു. നല്ല പണിയാ കാണിക്കുന്നത്. ഇറങ്ങി വന്നേ. சார் ரமேஷ் சார் ஸ்கூட்டர் தான் காய்கறி கடை வந்தது. சாமான் வாங்கிட்டு ஸ்கூட்டர் எடுக்காம ஆட்டோ ரிக்ஷால ஏறி போயாச்சு. ട്രാഫിക് ബ്ലോക്കാരനെ താമസിച്ചെന്നാ എന്നോട് പറഞ്ഞു. സ്കൂട്ടറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. இல்ல சார் ஸ்கூட்டர் ஓட்டிட்டு தான் நான் இங்க வந்தது. இதக்கி ஸ்கூட்டர் கீழே வச்சிருக்கு. ഇത് കള്ളും കഞ്ചാവും ഒന്നും അല്ല, വേറെ എന്തോ.
ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊടുത്തതാ. എന്താ അമ്മ ഇത്? അച്ഛനൊരു പനി വന്നപ്പോഴേക്കും ഇങ്ങനെ സോഫിയന്റെ പറഞ്ഞപ്പോ പെട്ടെന്ന് അഡ്മിറ്റ് ആയി നോക്കി കേട്ടപ്പോ ഞാനും അങ്ങ് പേടിച്ചു പോയതാ. ഇത് മരുന്നിന്റെ ഒക്കെ മയക്ക. അച്ഛൻ പറയാറില്ലേ ഉറങ്ങുമ്പോഴെ രോഗങ്ങളൊക്കെ ഭേദമാകുന്നെന്ന്. അമ്മയുടെ ഒരു കാര്യം. അമ്മ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ അമ്മയ്ക്കും തരും. ഇല്ല മോളെ? അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എങ്ങനെ? പരീക്ഷക്കാരനെ എത്തിയോ? നിങ്ങൾ ഇങ്ങനെ കൂന കൂടിയിരുന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ സാധാരണ പനിയെന്നേ ഉള്ളൂ. എന്താ മാഡത്തിന് വിശ്വാസം വരുന്നില്ലേ? ഓഫീസിലൊന്നും വലിയ പ്രശ്നം നടന്നു അമ്മയുടെ വിചാരം. ഓ അതാണോ? അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് അണ്ണാച്ചിയുടെ ഒരു പതിവാ. ഉള്ള പഴഞ്ച സാധനങ്ങളുമായി അഭ്യാസത്തിന് വന്ന ആരുടെ എന്താ കിട്ടാത്തത്? സാധാരണ എന്റെ എന്താ കിട്ടാറ്. ഇത്തവണ ഇത് സാറിന്റെ എന്നായിപ്പോയി, അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. നേരെ ഇരുട്ടുന്നതിന് നിങ്ങൾ ചെല്ല്. നാളെ പരീക്ഷ ഉള്ളതല്ലേ. ഇന്നൊരു രാത്രിത്തെ കാര്യമല്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ടല്ലേ, ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നോളാം. നല്ല കാര്യമായി. മോഡൽ എക്സാം ഉള്ള ചെക്കനെ പിടിച്ച് ആശുപത്രി കിടത്തിന്ന് നാളെ രമേശ് സാർ അറിഞ്ഞിട്ട് ഞാൻ തെറിവിളി കേട്ടോളാം. വേണ്ട വേണ്ട, ഒരു ദിവസം കൂട്ടുകിടക്കാനുള്ള ആത്മബന്ധമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. ഇല്ല സാർ, ചെല്ലു. എന്താ പറ്റിയ കുഞ്ഞിന്? എന്തിയവൻ? ഇപ്പൊ പനി നന്നായിട്ട് കുറഞ്ഞു. കാരണം അറിയാൻ സ്കാനിങ്ങിനെ ഏറ്റിരിക്കുക. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിനക്കിപ്പോ പരീക്ഷയല്ലേ? എന്താ പോഞ്ഞേ? ഇന്ന് മോഡൽ എക്സാം മുത്തശ്ശൻ. എന്തായാലും എന്താ, പരീക്ഷയ്ക്ക് പോയില്ലെന്ന് പറഞ്ഞാൽ അവൻ വിഷമിക്കത്തില്ലേ? അതാ അച്ഛാ ഞാനും പറഞ്ഞേ, കേക്കണ്ടായോ? ഇന്നലെ അഡ്മിറ്റ് ചെയ്യപ്പം മുതല് ജോസഫ് അല്ലേ? അതെ. അച്ഛനെങ്ങനെ മനസ്സിലായി? ഇപ്പൊ മനസ്സിലാക്കാൻ എന്നാ ഇന്നലെ വിളിച്ചിരുന്നല്ലോ. മോൻ എപ്പോഴും പറയും ജോസഫിന്റെ കാര്യം. എന്താ ഈ ഫ്ലാറ്റിന്റെ കാര്യം? അത് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ രജിസ്റ്റർ ആക്കാം. ജോസഫിന്റെ ഓരോരോ പ്ലാനിങ്ങാ ഇപ്പൊ. എന്നിട്ട് അച്ഛനെ വിളിപ്പിച്ചത്. കുറച്ചു നാൾ മുമ്പേ ചില ഓർമ്മക്കുറവുകളും അതിന്റെ ചില പ്രോബ്ലംസുമായി രമേശൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണ മാതാപിതാക്കളിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റി സിൻഡ്രോംസായി മാത്രമേ ഞാനും കരുതിയിരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ സ്ഥിരമായി ഓഫീസിലേക്ക് പോകുന്ന വഴി മറക്കുക, വൈകുന്നേരം വാങ്ങിക്കേണ്ട വെജിറ്റബിൾസ് സമയം തെറ്റി രാവിലെ വാങ്ങിക്കുക, ഓടിച്ചുകൊണ്ട് വന്ന സ്കൂട്ടർ മറന്ന് ഓട്ടോറിക്ഷയിൽ പോവുക, ഓഫീസിലിരിക്കുമ്പോൾ അത് വീടാണെന്ന് തോന്നി ബിഹേവ് ചെയ്യുക, ഈ കാരണങ്ങളൊക്കെ മതി ഒരാളുടെ രോഗം തീരുമാനിക്കപ്പെടുവാൻ. അല്ല, നിങ്ങളെന്താ ഇരിക്കാത്തത്? സിറ്റ് ഡൗൺ പ്ലീസ്. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗിക്കല്ല ചികിത്സ വേണ്ടത്, രോഗിയെ നോക്കുന്ന ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമാണ്. കാരണം ഈ രോഗം കൊണ്ടുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ രോഗിയല്ല അനുഭവിക്കുന്നത്, രോഗിയെ ശുശ്രൂഷിക്കുന്നത് നമ്മളാണ്. ഇവരൊക്കെ ആൽസൈമേഴ്സ് രോഗം ബാധിച്ചവരാണ്. സാധാരണ വാർദ്ധക്യ കാലങ്ങളിലാണ് ഇത്തരം ഓർമ്മക്കുറവുകളൊക്കെ. വളരെ ചുരുക്കം ചിലരിൽ ചെറുപ്പത്തിലെ ഇതിന്റെ ലക്ഷണം കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രീ സിനാൽ ആൽസൈമേഴ്സ് എന്നാണ് വിളിക്കാറ്.
ഭ്രാന്താണെന്ന് വരെ തെറ്റിദ്ധരിക്കും. ബ്രെയിനിനെ കുറിച്ചും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥയും. തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ ദൈവം തന്ന ജീവന്റെ വലിപ്പം അറിയൂ. റൊണാൾഡ് റീഗൻ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അൽഷൈമേഴ്സ് പേഷ്യൻ. 30 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യയിൽ മാത്രം ഈ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ചിങ്ങനെ യാത്ര പോയിട്ട് പിരിയുമ്പോൾ പ്രിയപ്പെട്ടവർക്കൊരു ടാറ്റ നൽകാൻ പോലും കഴിയാതെ ജീവനുള്ള ശരീരം മാത്രം നമുക്ക് തന്നിട്ട് പോകുന്ന മനസ്സിന്റെ ഒരു മടക്ക യാത്ര. അമ്മേന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ കണ്ടും കേട്ടും പഠിച്ചുമൊക്കെ നേടിയെടുത്ത അറിവുകളും സ്ഥാനമാനങ്ങളും ബുദ്ധിയുമൊക്കെ നമ്മളറിയാതെ ഒരു ദിവസം അങ്ങ് തിരിച്ചെടുക്കുക. ഈ കടല് തിരികെ വിളിക്കുന്നത് പോലെ അവസാനം പഠിച്ചത് ആദ്യം പഠിച്ചത് അവസാനവുമായി മറന്നു പോവുക. 100, 99, 98, 97, 96 ലൈക്ക് ദാറ്റ്. ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തിൽ നിന്നും ശൈശവത്തിലേക്കുള്ള മടക്കയാത്ര. ശിശുവിനെ പോലെ ജീവിച്ച് ബ്രഹ്മത്തിലേക്ക് എത്തുന്ന മോക്ഷപ്രാപ്തി. തലച്ചോറിന് സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റങ്ങൾക്ക് കാരണം പലതാവാം. ഞാൻ പറഞ്ഞില്ലേ, രോഗത്തിനല്ല, രോഗിയെ പരിചരിക്കുന്ന രീതിയാണ് ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റ്. രമേശിന്റെ അസുഖത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ അതുകൊണ്ട് തന്നെ വീട്ടിലെ കൊച്ചുകുട്ടി പോലും അറിഞ്ഞിരിക്കണം. ഡോക്ടർ, അച്ഛനെ അസുഖത്തെക്കുറിച്ച് ഇപ്പൊ അറിയുന്നുണ്ടാവോ? That's a good question. Let me show you some psychiatric evaluation clippings. എന്താ നിങ്ങളുടെ പേര്? രമേശ് നായർ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ലേഖ, മനു, മഞ്ജു. എവിടെയാ ജോലി? ഓഫീസില്. അതെ, ഏത് ഓഫീസിലാ? ഓഫീസിലാ, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടെയാ? സെക്രട്ടേറിയറ്റിലാണോ? അതെ, മകൻ എവിടെയാ പഠിക്കുന്നേ? റാങ്കുണ്ട് +2. +2 പരീക്ഷ തുടങ്ങുന്നല്ലേ ഉള്ളൂ. 10th റാങ്കുണ്ട്. ഓക്കെ, ഡോക്ടർ ആക്കാനാണോ എഞ്ചിനീയർ ആക്കാനാണോ പ്ലാൻ? IAS, സിവിൽ സർവീസ്. വെരി ഗുഡ്. രമേശിന് എന്തെങ്കിലും അസുഖമായിട്ട് തോന്നുന്നുണ്ടോ? സെക്രട്ടറിയുടെ പേര് മറന്നുപോയി. പക്ഷെ മനുവിനെ കുറിച്ചും മനുവിന്റെ പഠിത്തത്തിനെ കുറിച്ചും ഒരു കൺഫ്യൂഷനും ഇല്ല. ചിലപ്പോ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ എല്ലാം അറിയുന്നുണ്ടാവും. ഇങ്ങനെ ചില ഇവാലുവേഷൻസിലൂടെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ഈശ്വരനല്ലേ കഴിയൂ. വിദേശത്തെവിടെങ്കിലും കൊണ്ടുപോയാൽ? ഇതുവരെ എവിടെയും ഒരു ട്രീറ്റ്മെന്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഓർമ്മയുടെ ദൈർഘ്യം കൂട്ടാൻ ചില മരുന്നുകളിലൂടെ ശ്രമിക്കാമെന്ന് മാത്രം. ഒരു കൊച്ചു കുട്ടിയെ പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം എവിടെ നിന്നും വരാം. എന്നും പറഞ്ഞ ഓർമ്മകളെല്ലാം ഒരുമിച്ച് ഒരു ദിവസം പോണമെന്നില്ല. ഒരു ഇതൾ പൊഴിയുന്ന പോലെ. ഇറ്റ് ടേക്സ് ടൈം. ഒരു മഴു എറിഞ്ഞ പാമരം, രണ്ടു മഴു എറിഞ്ഞ പാമരം. When a magnet is broken, each piece becomes a complete magnet. This is because regular magnets cannot be broken. കപ്പലുണ്ടാക്കി ഒരു മഴു പാമരം, എന്റെ
കുഞ്ഞെ, നീ സദാസമയം അച്ഛനെ നോക്കി നാളെ പരീക്ഷയ്ക്ക് പിന്നെ എപ്പോഴാ പഠിക്കുന്നേ? നിനക്ക് അപ്പുറത്തെ മുറിയിലെ ഞാൻ എടുത്ത് പഠിച്ചൂടെ? എന്താ മോളെ നീ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക? നിനക്ക് അവരോട് പറയാലോ പഠിക്കാൻ. ചേട്ടനല്ലേ അവനെ പഠിപ്പിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞ അവനെ കൊണ്ട് ഞാൻ നാട്ടിൽ പോവാന്ന്. നിങ്ങൾ അമ്മയും മോനും തന്നെ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ എന്റെ കുഞ്ഞല്ലേ തോക്കുന്നത്? വേണ്ട മോളെ, അച്ഛന് വേദനിക്കുന്നുണ്ടോ? വന്നേ. അച്ഛന് വേദനിച്ചോ? നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? സാരില്ല, ഞാൻ വായിക്കുമ്പോ അച്ഛനൊന്ന് മൂളി തന്നാ മതി. The attractive force that holds together the constituent particles in a chemical species is known as a chemical bond. ഇയാൾ ഇങ്ങോട്ട് വന്നേ. എടോ, ഇതിപ്പോ അക്ഷരങ്ങൾ പോലും അറിയാത്തൊരവസ്ഥയില് ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് കൊടുത്താ ഗ്രഹപ്പഴിക്ക് നാളെ അയാൾ അസുഖം മാറി ജോലിയും ചോദിച്ചോണ്ട് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പെൻഷൻ പോലും കിട്ടില്ല. ഏതായാലും ഒന്ന് ചോദിക്കട്ടെ. സർ, സെക്രട്ടറിയാ? ആ, രമേശിന്റെ റിട്ടയർമെന്റിനെ കുറിച്ചാ. അതെ, ഹി ഈസ് സഫറിംഗ് ഫ്രം അൾഷിമേഴ്സ്. ആ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല സർ. ഓക്കെ സർ, മെഡിക്കൽ ബോർഡ് എക്സാം ചെയ്ത് സർട്ടിഫൈ ചെയ്താലേ റിട്ടയർമെന്റ് സാങ്ഷൻ ആകും. അല്ലേല് പിന്നീട് അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനല്ലയോ ഞാൻ സാറിനോട് നേരത്തെ ചോദിച്ചത്? ശരിയാണ്, പക്ഷേ ഈ മറവി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിപ്പോ ആരുടെയും കുഴപ്പമില്ലല്ലോ. കൂട്ടത്തിൽപ്പെട്ടവരുടെ ആണെ പോലും ഒരു 10 പ്രാവശ്യം ഇട്ട് നടത്തിക്കാന്നുള്ള നമ്മുടെ ഒരു ശീലമായി. ജോസഫ്, ഇത് എന്ത് വർത്തമാനം ഈ പറയുന്നേ? ഒന്നും അറിയാത്തതുപോലെ. ഓരോന്നിനും അതിന്റേതായ ചില വ്യവസ്ഥിതികളില്ലേ? ഉണ്ട്, അതൊക്കെ നോക്ക്. വ്യവസ്ഥ ഇല്ലാത്തവർക്ക് അതൊന്നും വേണ്ടല്ലോ ഇവിടെ. സാറാ പേപ്പറിൽ ഒപ്പിടും, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇത് എന്ത് പ്രാന്തായി പറയുന്നേ? അത് ശരിയാ, ബുദ്ധി ഓർമ്മയുള്ള നമുക്കാ പ്രാന്ത്. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? മെഡിക്കൽ ബോർഡിന്റെ റെഫറൻസ്, അത് ഞാൻ കൊണ്ട് തന്നേക്കാം. ഈ കടലാസംഗം വാങ്ങിയ ഇവിടുത്തെ ഫോർമാലിറ്റീസ് തീരുമല്ലോ. വെറുതെ ഈ പാവങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഈ പടി ചവിട്ടിക്കണോ? സാർ അതിൽ ഒപ്പിട്ടെ. സിഗ്നേച്ചർ ഒപ്പ. മുത്തശ്ശനാള് കൊള്ളാലോ. വഴിവെട്ടിക്കാരി സർപ്രൈസ് ആക്കി വെച്ചിരിക്കായിരുന്നു അല്ലേ? ആഹാ, നിങ്ങൾ നേരത്തെ പോന്നിട്ട് ഇപ്പൊ എത്തുന്നേ ഉള്ളൂ. ഓ, എന്നാ പറയാനാണ്, ഓരോരോ നിയമങ്ങൾ. വീട് മാറി പോവാന്ന് പറഞ്ഞാൽ സെയിൽസ് ടാക്സർക്ക് ബോധ്യമുണ്ട്. പിന്നെ ഒതുക്കി അങ്കിള് തന്നെ കയ്യിലേക്ക് ആയിട്ട്. അങ്കിൾ അങ്ങനെയാ, പാലാ വിട്ട് കഴിഞ്ഞാ പിന്നെ കൂലിയാ, എന്ത് പണിയും ചെയ്യും. അതെ, ഞങ്ങളുടെ ഇനത്തിന്റെ ഒരു ഗുണമാണ്. ഇയാളെ വായിക്കാൻ തുറന്നേ. എന്റെ വീടാ. അപ്പച്ചി, അപ്പച്ചി, അപ്പച്ചി. മോളെ, നീ അകത്തേക്ക് നിങ്ങൾ കുടിക്കാൻ ചെയ്തെടുക്കാൻ അവളോട് പറ. ജോസഫേ, ഇങ്ങോട്ട് കയറിയിരിക്കാം. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ ചുമടറക്കി വെപ്പിക്കട്ടെ. ഇവിടെ പിന്നെ പണിക്കാരെ പേടിക്കണ്ടല്ലോ. ആദ്യമൊക്കെ കുഞ്ഞുനാളില് ചെള്ളയെ പിടിക്കാൻ വരുമ്പോ ഞാൻ വലിയ വഴി കിടന്ന് കരയുമായിരുന്നു. അന്ന് ഞാൻ തീരെ പൊടിയാ. കൊച്ചിന്റെ ചെള്ള ചാടുമെന്നും പറഞ്ഞ്
അമ്മായി നല്ല അടി കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെ ചേട്ടൻ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ 2 കൈയും ചെള്ളി പൊത്തി അങ്ങിരിക്കും. അച്ഛനധികം പഞ്ചസാരയിടണ്ട. അമ്മാവന്റെ കണക്ക് എനിക്കറിയാം. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ പിറകെ നടക്കാൻ തുടങ്ങി. ഒരു കവള് മാത്രം ചാടി മറ്റേ കവളൂടെ പിടിക്കാൻ പറഞ്ഞോണ്ട്. അമ്മാവൻ പോയ പിന്നെ പശു ഇതുവരെ മുലയെ തൊടിച്ചിട്ടില്ല. ഇതങ്ങോട്ട് കൊണ്ട് കൊടുക്ക. ഞാൻ ഈ ഏത്തക്ക് ചുട്ടെടുക്കട്ടെ. ഫുൾപ്പാവാട ഇടാൻ തുടങ്ങിയപ്പോ അതൊക്കെ നിന്നു. ചെക്കൻ വണ്ടി വാങ്ങിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പൂതിക്ക് ചാടി കയറി ഷെഡൊക്കെ കെട്ടി. അതുകൊണ്ട് ഇതൊക്കെ നനയാതെയും പിടിക്കാതെ വെക്കാനൊരു സ്ഥലമാണ്. വാങ്ങാൻ ഞാൻ കുറച്ച് നിർബന്ധിച്ചു എന്നല്ലാണ്ട് സാറൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. തീരുമാനങ്ങളെല്ലാം മോളിലിരുന്ന് എടുക്കുകയല്ലോ. അല്ല പിന്നെ ആനയ്ക്ക് മുമ്പേ തോട്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ മാതിരി ഈ ഷെഡ് കെട്ടാനും ഇതൊക്കെ ഇവിടെ കൊണ്ടിടാനും റോഡ് വെട്ടാനും ഒക്കെ എന്തെങ്കിലും കാരണം വേണ്ടേ? ഏതായാലും റോഡ് കെട്ടിയത് ബുദ്ധിയായി. അല്ലെങ്കിൽ താഴെ നിന്നെല്ലാം ചുമ്മിക്കൊണ്ട് വന്നിട്ട് നടുവിന്റെ കാണി പോയേനെ. ഇതില് തീരെ മധുരം ഇട്ടിട്ടില്ലല്ലോ. മോളെ ഒരു കാപ്പി അവനോട് കൊടുക്ക. കൊള്ളാം, 2 പാർട്ടിയും കൊള്ളാമല്ലോ. ഇന്ന് ഗ്ലാസ് പൊട്ടിക്കുമല്ലോ. സ്കൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയാൽ കാശാക്കി തരാം. നമ്മൾ ആവശ്യക്കാരായതുകൊണ്ട് ചുളുവിന് അടിച്ചെടുക്കാൻ നോക്കിയിരിക്കുക മറ്റുള്ളവര്. ഒക്കെ ഉള്ള സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ട്. സാറിന്റെ കാര്യത്തിൽ മാത്രം എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റി. എന്നാ പിന്നെ പോട്ടെ സാറേ. അവിടെ ഏത്തക്ക ചുട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. അതിന് പോയി ഞാൻ എടുത്തേരെ. 2-3 തിന്നാൻ നിന്നാ താമസിക്കും. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ ഒരു 5-6 മൂട് കാച്ചു. വേണ്ട വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. ഇപ്പൊ തന്നെ എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഇന്നിനി എത്ര കടിച്ചു പിടിച്ച് ഓടിച്ചാലും വീടെത്തുമ്പോ പാതിരാത്രി വലിയ എന്തിനാ? അതെ, വീട് പണി നടക്കുന്ന സമയ. താമസിക്കും തോറും വെമ്പ്രനാഥ് ഇങ്ങനെ സെല്ലി വിളിച്ചോണ്ടിരിക്കും. ഒരു വെപ്രാളക്കാരിയാ. ജോസഫേ, വലിയ ഉപകാരം. ഇതിലൊക്കെ എന്ത് രമേശ് സാറിനോട് ഇത്രയെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതൊക്കെ ചുട്ടത്. ഓ മോൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോണം കേട്ടോ. താങ്ക് യു അങ്കിൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ പിന്നെ യാത്ര വയ്ക്കുന്നില്ല. ഫ്ലാറ്റിനോടത്തെ അഡ്വാൻസും പെൻഷൻ പേപ്പേഴ്സുമായിട്ട് പറ്റിയാൽ ഞാൻ അടുത്ത ആഴ്ച തന്നെ ഇങ്ങ് എത്തിക്കോളാം. സാറേ, ഓക്കെ സാർ. ശരി മോളെ. ഓക്കെ 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 ഓക്കെ. വാൻ തുറന്നേ. ചോറുണ്ടില്ലല്ലോ. പോയി ചോറ് വിളമ്പച്ച്. ചോറുണ്ടില്ല. ആര് പറഞ്ഞു ചോറുണ്ടല്ലെന്ന്? ഞാനല്ലേ ചേട്ടന് വിളമ്പി തന്നെ. ഒന്ന് ഓർത്ത് നോക്കിയേ. നെയ്യും പുഴുക്കും ഒക്കെ കഞ്ഞിയിലിട്ട് ഇളക്കി ഇപ്പൊ കഴിച്ചു തോർക്കുന്നില്ലേ? ചോറുണ്ടില്ലല്ലോ. ചോറുണ്ടോ? ഉണ്ടില്ലെന്നൊക്കെ ചേട്ടന് വെറുതെ തോന്നുന്നതാ. ദാ ഇത് ഉണ്ടിട്ട് കഴിക്കേണ്ട ഗുളികയാ. വാ വിളിച്ചേ. ആ വാ. ഞാൻ പറഞ്ഞത് അറിയത്തില്ല. മാറിപ്പോന്നുണ്ടോ? പറയുന്ന മാറിപ്പോന്നുണ്ടോ? സാരില്ല, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. മിണ്ടാണ്ടിരിക്കുമ്പോഴാ കുഴപ്പം. ഒക്കെ ശരിയാവും. എന്താ മോളെ ശബ്ദം കേട്ടത്? ഗ്ലാസ് വീണ്ടും പൊട്ടിയതാച്ചാ. കയ്യോടെ അങ്ങ് വാരി കളഞ്ഞേക്ക്. കിടന്ന് കയ്യല്ലോ കാലിലോ കയറണ്ട.
ഗുരുവായൂരപ്പ. കണ്ണെന്താ എഴുതാഞ്ഞ്? നീ എന്താ സിന്ദൂരം തൊടാഞ്ഞ്? എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പൊ ചേട്ടാ ശരിക്കും പറഞ്ഞല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. മഴ അധികം കൊള്ളണ്ട. അപ്പച്ചി വഴക്കോളെ. അപ്പച്ചി വഴക്കോ. കരയണ്ട 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 കരയണ്ട. രമേശ മോനെ, ഇവിടെ എങ്ങും കാണുന്നില്ല. നീ മോളിൽ നോക്ക്. ചേട്ടാ, മനു. എന്താമേ? മനു, എന്താമേ? മനു അച്ഛൻ ഇങ്ങോട്ട് എങ്ങനെ വന്നാ? ഇല്ല, ഞാൻ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. എന്താ മോളെ? അവിടെ ഇല്ലേ? ഇല്ല. കുളിക്കാൻ കുളത്തില് പറ്റോ? എന്റെ ഈശ്വര. ചേട്ടാ, പേടിക്കാതെ മോളെ, അവൻ നീന്തറിയാവുന്നതല്ലേ? എന്താമേ, അച്ഛനെ കണ്ടോ? അച്ഛനെ ഒരു പോകുന്നത് പത്രക്കാരെ കണ്ടത്. ഒരെണ്ണം ഓടി വെക്കട്ടെ. എനിക്ക് വലിയ സന്തോഷായി. അപ്പച്ചിയെ തിരക്കുകയാണെങ്കിലും കാലത്തേന് ഇങ്ങോട്ട് വന്നല്ലോ. പണ്ടും അപ്പച്ചി കാണാനെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരുന്നേ. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം. അപ്പച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഉണ്ണിയപ്പം ഓർത്തല്ലോ. ആ കൊതിയൊന്നും ഇപ്പോഴും പോയില്ലേ രമേശേട്ടന്? ഉണ്ണിയപ്പം ഉണ്ണിയപ്പം. ഒരു 10 മിനിറ്റ് ക്ഷമിക്കാമെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. അപ്പച്ചി ഉണ്ടാക്കുന്ന അത്രയൊക്കെ ഇല്ലെങ്കിലും ഒന്ന് ഓടിച്ചു പിടിച്ച് ഒരു ഡാവിനൊക്കെ ഞാനും ഉണ്ടാക്കും. ഉണ്ണിയപ്പം. ആ മതിയെങ്കിൽ എഴുന്നേറ്റോ. എഴുന്നേറ്റ് കൈ കഴിക്കോ. ഉണ്ണിയപ്പം. ഉണ്ണിയപ്പൊക്കെ തരാം. റെഡിമെയ്ഡ് അല്ലല്ലോ, ഉണ്ടാക്കി വരണ്ടേ. വാ എണീറ്റ്. ഇങ്ങനത്തെ ഒരു ഉണ്ണിയപ്പ കൊതിയൻ. രണ്ടുപേരും കൂടെ പ്രേമിച്ച് കളിക്കാണോ? വെള്ളം ചോദിച്ചാൽ തരത്തില്ല. വെച്ചുകാരി വെള്ളം നോടി കളിച്ച് പെണ്ണുങ്ങളുടെ ദേഹത്തെ ഇന്നത്തെ ആര് പറഞ്ഞു ഞാൻ ഓർമ്മയില്ലാത്ത? എന്താ മോനെ ഇതൊക്കെ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു.
നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ ജോസഫ് പോയി, എന്റെ ജോസഫ് പോയി സാറേ. ഇന്നലെയും കൂടി സാറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് കിടക്കാൻ പോയത്. ഒന്ന് വിളിക്ക് സാറേ, എന്റെ ജോസഫിനെ ഒന്ന് വിളിച്ചോണർത്ത് സാറേ. എല്ലാരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കിടക്കുന്ന കണ്ടോ സാറേ? ഞങ്ങളെ ഇനി ആര് വീട്ടിൽ കൊണ്ടാക്കും? ഒന്ന് പറ ജോസഫേ. അയ്യോ, ആരൊക്കെ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്ക് ജോസഫേ. ഹലോ, ജോസഫ് അല്ല, അങ്കിളിന്റെ ഒരു കസിനാ. ആരാണ്? ഹലോ, ഇന്നലെ ഉറങ്ങാൻ കിടന്ന, പ്രത്യേകിച്ച് അങ്ങനെ അസുഖമൊന്നും ഇല്ലായിരുന്നു. അതെ അതെ, അറ്റാക്കാ. നാട്ടിൽ കൊണ്ടുവന്നൊന്നുമില്ല. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല. ഉറക്കത്തെ ചിരിക്കുന്നു. അതെ, ആന്റി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും വന്നു. അതെ, ഇല്ല ഇല്ല ഇല്ല. ഉറക്കത്തെ ചിരിക്കുന്നു. സെന്റ് മേരീസ് പള്ളി. ജീവിച്ചിരുന്നപ്പോ കുറെ പേരെ ചിരിപ്പിച്ചതല്ലേ, ഇപ്പൊ നമ്മുടെയൊക്കെ പ്ലാനിങ് തെറ്റിച്ച് മുങ്ങിയതിന്റെ ചിരിയാ. രമേശ് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ? എന്നെ മനസ്സിലായോ? ഞാൻ പി ആർ നായർ, ഇത് വിജയൻ. ഒക്കെ മറന്നു അല്ലേ? ഞാനൊന്ന് കേറി നോക്കട്ടെ. പടി കയറാതെ കഴിയാതെ. ആഹാ അമ്മേ, ഇത് ആരൊക്കെ വന്നിരിക്കുന്ന നോക്കി. ഡാഡി സ്റ്റെപ്സറിന്റെ വണ്ടി മുറ്റത്ത് വരും. എന്നാ നീ വണ്ടി കയറി മേലോട്ട് പോന്നോ? ഞാൻ ഏതായാലും ഇവിടെ വരെ കയറി വന്നതല്ലേ. പിന്നെ എന്താ ഡാഡി വരുന്നു വിളിച്ചു പറയാം. നല്ല കാര്യം, എത്ര ദിവസമായിട്ട് വിളിക്കുന്നു. ഇന്നലെ മദ്രാസിൽ സ്റ്റേഷനിൽ വന്നിട്ട് കൂടി ട്രൈ ചെയ്തതാ, കിട്ടണ്ടേ? ശരിയാ, ഞങ്ങളുടെ ഫോൺ കുറച്ചാലായിട്ട് ഡെഡാ. ഹൗ വാസ് യുവർ എക്സാം? ഓക്കെ ഓക്കെ എന്നൊന്നും പറഞ്ഞാ പോരാ, ന്യൂസ് പേപ്പറിൽ പടം വരണം. റാങ്ക് കിട്ടുമെന്ന് ലുധിയാന മുഴുവൻ പബ്ലിസിറ്റി കൊടുത്തിട്ട് ഞങ്ങൾ പോന്നിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ അറിയിക്കാതെ? വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ആരെങ്കിലും ലൈനിൽ കിട്ടണ്ടേ? പിന്നെ ഇങ്ങോട്ട് പോരാന്ന് വെച്ചു. എങ്ങനെയുണ്ട് മോളെ? അടുത്ത മാസം ഇവിടെ റിട്ടയർ ചെയ്യല്ലേ, അതുകൊണ്ട് ലീവിന്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതാ എത്രയായി? 450. 450. अरे वहाँ से यहाँ तक आने के लिए इतने खर्च हुआ? अरे बाप रे. वो सब बोल के कोई फायदा नहीं रे. कोड मोड़ वाह. നല്ല പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ചെയ്യും, പക്ഷെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഒന്നിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. ചില സമയത്ത് വളരെ നോർമലാ. സംസാരിച്ചാ തെറ്റൊന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും. ഒന്നും അങ്ങോട്ട് വിട്ടു പറയില്ല. ഇത്തരം പേഴ്സണാലിറ്റി ചേഞ്ചസാ ഇവർക്ക് ആദ്യം ഉണ്ടാവുക. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇതാരേ? അല്ല, സുകുമാരൻ നായർ എപ്പോ വന്ന് കേറിയുള്ളൂ. എന്താ രമേശൻ നായരെ, തനിക്ക് വലിയൊരു ഗമ, തീരെ മൈൻഡില്ലാതെ. മോനെ, നിന്നോടാ ചോദിച്ചേ. എന്നെ മനസ്സിലായ എന്നാ ഒന്ന് പറഞ്ഞേ, ആരാ? നമ്മളെ നാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ശരി. എപ്പോഴാ പരിചയപ്പെട്ടെ? പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാ എവിടെ വെച്ചാ പരിചയപ്പെട്ടെ? എന്റെ പേരൊന്ന് പറയാമോ? പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ രമേശ.
പേരെന്താ? വെരി ഗുഡ്. അങ്ങനെ വഴിക്കുവാ. എന്റെ പേര് സുകുമാരൻ നായർ. ഇപ്പൊ മനസ്സിലായോ? ആരാ? സുകുമാരൻ നായർ. സുകുമാരൻ നായർ രമേശന്റെ ആരാണെന്നറിയോ? ബോണ്ടയും ബോളിയും ഒക്കെ തന്നെ സുകുമാരൻ നായർ. ആരുടെ കാര്യ ചേട്ടാ ഈ പറയണേ? അല്ല, ഈ ബോണ്ടയും ബോളിയൊക്കെ വെക്കുന്ന ചായക്കടക്കാരന്റെ പേരും സുകുമാരൻ നായർ. അച്ഛാ, അപ്പൊ ചായക്കടക്കാരൻ സുകുമാരൻ നായർ ഓർമ്മയുണ്ട് അല്ലേ? സുകുമാരൻ നായർ. अच्छा वो टी वाला तो याद है? पूछो तो लेखा को पहचानता है कि नहीं? अच्छा अच्छा. ലേഖയെ അറിയോ? എന്റെ മോള് ലേഖ. ലേഖ. അല്ല, അവനെ അത് ഇറിറ്റേറ്റ് ചെയ്ത് ടെൻഷൻ ആക്കണ്ട. അല്ല, എന്റെ മോള് ലേഖയെ അറിയാമോന്ന് അറിയണല്ലോ. ഇത്രയും ദൂരം വിട്ട് ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എൻട്രൻസിനെ ട്രൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും കേട്ട കളിയാക്കും. अपना वो सदी का बेटा है ना, उसका एडमिशन के लिए 30 लाख रुपये देना पड़ा. 30 ലക്ഷം. ഡോക്ടർ ആവാ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഒരുപാട് നല്ല കോഴ്സസ് ഉണ്ടല്ലോ. IT-ക്കൊക്കെ ഇപ്പൊ നല്ല സ്കോപ്പാ. പിന്നെ പിള്ളേരാദ്യം ഇതൊക്കെ പറയും. അവര് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ? കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി എടുത്താ വേണേ അത് കഴിഞ്ഞ് IAS ട്രൈ ചെയ്യാലോ. ഞാനും ഇതൊക്കെ എന്നോട് പറഞ്ഞു നോക്കിയതാ, കേക്കണ്ടേ? സിവിൽ സർവീസിന് പോകുന്ന അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഒറ്റ വാശി നിൽക്കുക. പണ്ട് രമേശനും ഇതുപോലെ അച്ഛന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് കുറെ നടന്നതല്ലേ. എന്നിട്ട് എന്തായി? ഇതൊക്കെ ഒരു ലെക്ക. മെഡിസിനോ എഞ്ചിനീയറിംഗോ കഴിഞ്ഞിട്ട് വേണേ ട്രൈ ചെയ്തോ. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ റിസ്ക് ഇല്ലല്ലോ. മോനെ, പഴയ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും പറയാൻ നിൽക്കില്ല. ഒക്കെ നിന്റെ അച്ഛൻ നോക്കിക്കൊണ്ടല്ലേ. ഇനിയിപ്പോ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. ഒരു കുടുംബത്തിന്റെ ചുമതല മുഴുവൻ നിന്റെല. മോനെന്താ ഒന്നും പറയാത്തെ? ഞാൻ അച്ഛനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. കണ്ടോ, ഇതാ ഇപ്പൊ പ്രാന്തായ. നമ്മൾ പറഞ്ഞു ഒന്നും അവന് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് ചെക്കനെ രമേശന്റെ അടുത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ അവനും പിടിക്കും ഭ്രാന്ത്. നിങ്ങൾ ഇതെന്ത് വർത്താനാ പറയുന്നേ? ഇതങ്ങനെ പകരുന്ന അസുഖമൊന്നുമല്ല. I'm like a light. I can show you the path, but you have to walk. ലുധിയാന മെഡിക്കൽ കോളേജിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങി എന്നെ കൊണ്ട് പോവാനാ രണ്ടുപേരും വന്നിരിക്കുന്നത്. എന്താ അച്ഛൻ ഇങ്ങനെ നോക്കുന്നേ? അച്ഛന് ഇഷ്ടമില്ലാതെ ഞാൻ എവിടെയും പോവില്ല. അയ്യോ അയ്യോ, എന്താ കാണിക്കുന്നേ? കൈയെടുക്കച്ചാ, കൈയെടുക്കച്ച അമ്മേ, അച്ഛൻ കൈയെടുക്കച്ച, കൈയെടുക്കച്ച അമ്മേ. ഇത് കണ്ടോ അമ്മേ? എന്താ അച്ഛൻ കൈ ഒന്ന് കടിച്ചു മുറിച്ച. എന്താ ചേട്ടാ, എന്താ ചേട്ടാ ഇതൊക്കെ? അല്ല, പെട്ടെന്നെന്തോ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ മുതല് സൂക്ഷിച്ചു തുടങ്ങിയത് എന്നെ കളക്ടറാക്കാൻ. ആ അച്ഛനെ ഞാൻ എങ്ങനെയാ തോൽപ്പിക്കുന്നത്? ഇന്നലെ രാത്രി ഒരുപാട്
കൺഗ്രാജുലേഷൻസ്. ഈ വീടും പറമ്പും നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മണ്ണൊക്കെ അങ്ങ് വിറ്റാലോന്നാ. ഏതായാലും നിനക്കിനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഡൽഹി പോക്കും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് പണത്തിന് കുറെ ആവശ്യമുള്ളതല്ലേ. ആ ഇന്റർവ്യൂക്ക് ഒന്ന് കഴിയട്ടെ മുത്തശ്ശ. ഇതൊക്കെ ഒരു ലക്ക. ഒരു ലക്കുമില്ല. 3 ജന്മങ്ങളുടെ കാത്തിരിപ്പാ. അല്ല, ഒരാൾക്കെങ്കിലും ഈ ജന്മത്തിൽ ലക്ക് കാണാണ്ടിരിക്കുവോ? ആ കണ്ടില്ലേ, എല്ലാം മറന്നിട്ടും നീ വെറുതെ നോക്കിയിരിക്കുന്നത്. വരുന്നു എന്ന് വിളിച്ച മക്കളെ, ഞാൻ അതെങ്കിലും പിണ്ണാക്കി കൊടുക്കട്ടെ. അച്ഛ ഞാനാ മനുവാ. അമ്മേ അമ്മേ എന്താ ഇങ്ങനെ? കാലത്ത് മുതൽ തുടങ്ങിയതാ മോനെ ഈ കള്ളം വിളി. എന്നെ എങ്ങനെ വിളിക്കുന്നത്? എവിടുന്ന് കിട്ടിയാവോ? എന്തെങ്കിലും കണ്ട് പേടിച്ചതായിരിക്കും. അമ്മ അച്ഛനോട് പറഞ്ഞായിരുന്നു റിസൾട്ട് വന്ന കാര്യം? ഇല്ല, നീ തന്നെ പറ. അച്ഛ ഞാൻ കള്ളനാണോ? മനുവല്ലേ അച്ഛന്റെ മോനെ? അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ മനുവാ. അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. ഇല്ല തിരികെ ചേരും പോലെ തളമർമരങ്ങൾ ശ്രുതിയോട് ചേർന്ന് മൂളും. പറ്റിയോ അച്ഛാ? വേദനയുണ്ടോ? എന്തിനാ ഇനി ഞാൻ ജയിക്കുന്നത്? എന്തിനാ ജയിക്കുന്നത്? എന്റെ ഈശ്വരന്മാരെ, ഒരു നിമിഷം മതി, ഒരു നിമിഷം എനിക്ക് എന്നെ പോലെ തിരിച്ചു തരുമോ? എല്ലാം കാണാനും കേൾക്കാനും. കരയാതമ്മേ, അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടിയാ ഇത്ര നാൾ ഞാൻ പഠിച്ചത്. ഇനി ഇതെന്റെ ആഗ്രഹം. അച്ഛൻ ഇങ്ങനെ എന്റെ കസേരയിൽ ഇരുത്തണമെന്ന്. ആ വാ വാ, പറയെടുപ്പിങ് എത്തുന്നതിന് മുമ്പ് ഇറങ്ങാം, ഇല്ലേ പിന്നെ ലേറ്റ് ആവും. എന്തായിട്ടാ എല്ലാരും കൂടെ ഡൽഹിക്ക്? ഏയ് ഞാനും മോളും തൃശ്ശൂർ ഇറങ്ങി. ഗുരുവായൂർ ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ഭജനമുണ്ട്. എല്ലാം ആയില്ലേ മോളെ? അടച്ചോ മോനെ, ചെന്നാൽ ഉടനെ ഫോൺ ചെയ്യണം. അച്ഛന്റെ നെറ്റിക്ക് ചെറിയൊരു ചൂടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണമേ. സർട്ടിഫിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തല്ലോ. ചെന്നിട്ട് വിളിക്കാം. ഓക്കെ അമ്മേ.
2 ദിവസമായിട്ട് നല്ല മഴയാ ഇവിടെ. ആ ഇന്നലെ ഗുരുവായൂരിന്ന് മുത്തശ്ശി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു പുറത്തിറങ്ങാൻ വയ്യത്ത തണുപ്പാ. അച്ഛനെന്തിയെ ഇവിടെ ഇരിപ്പുണ്ട്. എവിടുന്ന് കിട്ടിയതാന്നറിയില്ല. 2 ദിവസമായിട്ട് ഒരു ചെറിയ മണിയും കിളിക്കൊണ്ടിരിക്കുക. ആ അതൊരു ബെറ്റർ സൈനാ. എന്തിനോടെങ്കിലും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവുന്നത് നല്ലതാ. മുത്തശ്ശി വിളിക്കുമ്പോ പറഞ്ഞേക്കണം കാലത്തെ ഇന്റർവ്യൂ എന്ന്. ഞാനന്ന് നാളെ പോകുന്നതിന് മുമ്പ് വിളിക്കാം. ഒരു 7:30, 8-ന്. മോനെല്ലാം നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? അമ്മ ടെൻഷൻ അടിക്കാതെ നല്ലോണം പ്രാർത്ഥിച്ചാ മതി. എനിക്കിവിടെ അതല്ലേ ഉള്ളു പണി. ഹലോ ഹലോ, മഴക്കാറ് കാണാൻ നോക്കിയിരിക്കാം. കറണ്ടും ഫോണും. ചേട്ടാ ചേട്ടാ, എന്റെ ഈശ്വര, ചേട്ടനെങ്ങനെ മൂളിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടനെ ഇപ്പൊ മനസ്സിലായോ? ചേട്ടാ ചേട്ടാ, എന്താ എല്ലാരും ഡൽഹിക്ക് പോയിരിക്കും മോനും. നാളെ രാവിലെ അവന്റെ ഇന്റർവ്യൂ. ഈശ്വര, ഇതെങ്ങനെ അവനൊന്ന് അറിയിക്കുക? അച്ഛൻ അച്ഛൻ ഭാഗ്യം ഒന്ന് ചെലച്ചല്ലോ.